സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥസംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 ഡോക്ടർ കെ പി ശ്രീദേവി ഈ ഒരു വേദിക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല എങ്കിലും വളരെ ശുഷ്കമായ ഒരു സദസ്സിലാണെങ്കിലും കൂടിയാട്ടത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരും ഒപ്പം കുട്ടൻചാക്യാരും ക്ലബിൻ്റെ കുറച്ച് പ്രവർത്തകരുമുള്ള ഈ ഒരു ചെറിയൊരു അരങ്ങിൽ പുതിയ നാടകമായി ഇന്ന് അരങ്ങിൽ അവതരിപ്പിക്കാൻ പോകുന്ന കലിവിധൂനനം എന്ന നാടകത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആമുഖമായ ഒരു ഭാഷണമാണ് ഈ ഒരു സെഷനിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കുമ്പോൾ തന്നെ ഈ ഒരു ടെക്സ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല എന്നും ഇങ്ങനൊരു നാടകത്തിൻ്റെ ടെക്സ്റ്റ് അയച്ചു തരണം എന്നാൽ മാത്രമേ എനിക്ക് അതിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കാൻ സാധിക്കൂ എന്ന് മുൻകൂട്ടി ടീച്ചർ ആവശ്യപ്പെടുകയും അതനുസരിച്ച് ഡോക്ടർ രജനീഷ് ചാക്യാരുമായി ബന്ധപ്പെട്ട് ആ ഒരു ടെക്സ്റ്റ് ആഴ്ചകൾക്ക് മുമ്പേ അയച്ചു കൊടുത്ത് അങ്ങനെ ഒരു മുന്നൊരുക്കം നടത്തിയതിന് ശേഷമാണ് നമ്മളെല്ലാം കാണാൻ പോകുന്ന ആദ്യരംഗമായ കലിവിധൂനനത്തിൻ്റെ ഈ ഒരു ഭാഷണം നമ്മൾ കേൾക്കാൻ പോകുന്നത്. ടീച്ചറെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത് മാത്രമല്ല, കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകൾ, രംഗകലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയിലും ടീച്ചറുടെ പ്രവർത്തനം വളരെ ആഴത്തിലാണ്. കൂടിയാട്ടമായിക്കോട്ടെ മറ്റു ഏതൊരു മേഖലയിലും ടീച്ചറുടെ വളരെ അധികമുള്ള അവരുടെ ഇടപെടൽ വളരെയധികം കലാകാരന്മാർക്ക് ഊർജം നൽകിയിട്ടുണ്ട്. അത് ഇന്നും ഈ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു സ്കോളർ ഇത്രയധികം കലാകാരന്മാർക്ക് പ്രചോദനമായി, രംഗകലകൾക്ക് പ്രചോദനമായി വർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടിയ ഭാഗ്യം. എന്തായാലും ഈ ഒരു ഭാഷണത്തിലേക്ക് സാദരം അവരെ ക്ഷണിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ആരംഭിക്കാം. രമേശൻ നമ്പീശൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എങ്കിലും വളരെ ഒരു കൺഫ്യൂഷനായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. കാരണം ഇവിടെ പറഞ്ഞ പോലെ അത്രയേറെ പ്രഗത്ഭമായെന്നോ എന്താ വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, ഇന്ദു പറഞ്ഞ പോലെ അങ്ങനെ ഒരു അനുഭവത്തിന് ശേഷമാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അതായത് ഒരു കലാകാരൻ എങ്ങനെയാണ് താൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ ഉൾക്കൊള്ളേണ്ടത്, എങ്ങനെ അതിനെ പഠിക്കണം എന്നൊക്കെ നമുക്ക് വല്ലാത്തൊരു ഞങ്ങൾ വലിയ രസാസ്വാദം എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഒരു പ്രഭാഷണത്തിലൂടെ ഇത്രയേറെ നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് ചലിപ്പിക്കാൻ പറ്റും എന്നുള്ളത് അത് ആ കലാകാരൻ്റെ
തന്നെയാണ്. വേഷം അരങ്ങത്ത് വേഷം ചെയ്യുന്ന പോലെ നാരായണൻ്റെ വേഷങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ വല്ലാതെ അതിലിങ്ങനെ ആഴ്ത്തിന്നോ അങ്ങനെ ഇരുത്തിയിട്ടുള്ള ഒരു പ്രഭാഷണത്തിന് ശേഷമാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അതുമാത്രമല്ല, ഇതൊരു തരത്തിൽ വളരെ ബാഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നാടകം പരിചയപ്പെടുത്തുക, കലിവിധൂനനം എന്നുള്ള നാടകം ഒന്ന് പരിചയപ്പെടുത്തണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പം ഞാൻ നാടകം പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ നാടകത്തിൻ്റെ ടെക്സ്റ്റ് എനിക്ക് കിട്ടിയാലല്ലേ പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ ടെക്സ്റ്റ് എനിക്ക് അയച്ചു തരണം, എന്നാൽ ഞാൻ ഒന്ന് വായിച്ച് നോക്കിയിട്ട് പറയാം എന്നും പറഞ്ഞു. ടെക്സ്റ്റ് എനിക്ക് അയച്ചു തന്നു. അപ്പം ഞാനിവിടെ കൂടിയാട്ടക്കാരൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് പറയാനൊക്കെ കുറച്ച് കൺഫ്യൂഷനുണ്ട്. എങ്കിലും കൂടിയാട്ടത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ടെക്സ്റ്റ് എന്നോട് പരിചയപ്പെടുത്താൻ പറഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് നാടകം പരിചയപ്പെടുത്തുമ്പോൾ അതിൽ ഞാൻ എൻ്റെ ഒരു ആമുഖം പോലെ നാടകത്തിലെ എന്താ പറയുക, ഇത് ഞാൻ പറയാം, നാടകത്തിൽ എന്താണ് തീം എന്താണെന്ന് പറയാം. പക്ഷേ അത് പറയുന്നതിന് മുമ്പേ ഈ നാടകം സാധാരണ സംസ്കൃത നാടകത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, നാടകം തുടങ്ങുമ്പോൾ അതിൻ്റെ കവിയുടെ പേര് പറയുമ്പോൾ ഭാഷണമൊന്നും അങ്ങനെ പറയുന്നില്ലെങ്കിലും അതൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ തുടങ്ങുകയാണല്ലോ പതിവ്. അതുപോലെ ഇതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ കർത്താവ് ആരാണ് എന്നൊക്കെ ആമുഖത്തിൽ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ആമുഖത്തിൽ പറയുന്നത് ഇതൊരു കുംഭകോണ നിവാസിയായിട്ടുള്ള ഒരു കവിയുടെ, അദ്ദേഹത്തിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. എന്താണ് നമ്മളിവിടെ ഒരു ക്ഷേത്രത്തിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നനു അദ്യ സമുപസ്ഥിത ഒരു ഉത്സവം നടക്കുന്നു. ആ ഉത്സവത്തിൻ്റെ കുംഭേശ്വരൻ്റെ ഉത്സവം നടക്കുന്നു. ആ ഉത്സവത്തിൽ ഒരു നാടകം ഇവിടെ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏത് നാടകമാണ് അവതരിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ച്, അപ്പോൾ പ്രഗത്ഭനായിട്ടുള്ള പണ്ഡിത സുദർശനോപപദ ബാലഭാരതി ബിരുദഭാജ ഭട്ടശ്രീപദലാഞ്ചനേന എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കലിവിധൂനനം എന്നുള്ള നാടകം നമുക്ക് അവതരിപ്പിക്കാം എന്ന് പറഞ്ഞ് അതിന് അവിടെ ഒരു ശൃംഗാടകം നാടകം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ശൃംഗാടകം നാടകം എന്നൊരു വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശൃംഗാടകം എന്നുള്ളതിന് എന്താണ് അർത്ഥം? അപ്പം എനിക്ക് ആദ്യം അങ്ങനെ ശൃംഗാടകം എന്ന് കേട്ടപ്പോൾ ഒരു ഉപരൂപകത്തിന് അങ്ങനെ ഒരു പേരുണ്ടോ എന്നെനിക്ക് സംശയം തോന്നി. ഞാൻ ചിലതിലൊക്കെ നോക്കി, കിട്ടിയില്ല. പിന്നെ എങ്ങനെ ഇത് ചോദിച്ചപ്പോൾ CS രാധാകൃഷ്ണൻ്റെ അതിനൊരു ഇത് കണ്ടു, ടാര എന്നുള്ള ഇതിനിത് വരാം, അതുകൊണ്ട് ശൃംഗാരകം എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞു. മറ്റിച്ചൊന്ന് തോന്നണില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും അങ്ങനെയുള്ളൊരു നാടകം എന്ന് പറഞ്ഞിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഇപ്പം ഇതിലത്തെ കഥ, ഇപ്പം ഞാൻ നമ്മൾ നളകഥ നമ്മൾ സാധാരണ പറയുമ്പോൾ നളകഥയുടെ മൂലം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നളോപാഖ്യാനാണ്. അപ്പോൾ ഈ നളോപാഖ്യാനം എന്നുള്ളത് മഹാഭാരതത്തിൽ ഒരു സന്ദർഭത്തിൽ, അത് എല്ലാവർക്കും അറിയണതാണല്ലോ, ബൃഹദശ്വൻ നളൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നതാണ്. കാട്ടിൽ താമസിക്കുമ്പോൾ രാജ്യമൊക്കെ നഷ്ടപ്പെട്ട് അതിൽ വിഷാദിച്ച് ഇതായിട്ടിരിക്കുന്ന യുധിഷ്ഠിരന് ബൃഹദശ്വൻ പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. അതിങ്ങനെ വെറുതെ ഒരു മഹാഭാരതത്തിൻ്റെയൊക്കെ സ്വഭാവം അറിയാലോ, ഒരു കഥാസംഗ്രഹം എന്നുള്ള രീതിയിലാണ് അതിങ്ങനെ പോണത്. അത് വളരെ സിമ്പിളാണത്. കുറേ കാലം ടെക്സ്റ്റ് പുസ്തകമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രീ ഡിഗ്രിക്ക്.
പുസ്തകം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്നും അത് പഠിപ്പിക്കാൻ തന്നെ വലിയ ഇതുണ്ടായിരുന്നില്ല. കാരണം അതിങ്ങനെ വായിക്കുക, മലയാളത്തിൽ അർത്ഥം പറഞ്ഞു കൊടുക്കുക. അപ്പുറത്ത് രഘുവംശമാണ്, രഘുവംശം 2-ാം സർഗ്ഗമാണ്. രഘുവംശം 2-ാം സർഗ്ഗം പഠിപ്പിക്കുന്നതിൽ നിന്ന് ഇതിലേക്ക് ഇങ്ങനെ വരുമ്പോൾ കഥ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേ വേണ്ടു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിൽ നിന്ന് ഇതിനെ പിന്നീട് നമുക്കിത് കിട്ടുന്ന പിന്നെ നമുക്ക് സംസ്കൃതത്തിൽ, ഞാൻ ഇപ്പോൾ സംസ്കൃതത്തിലുള്ളത് സംസ്കൃത നാടകമാണല്ലോ, സംസ്കൃതത്തിലുള്ളതിലേക്ക് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് സംസ്കൃതത്തിൽ കിട്ടുന്നത്, നമ്മൾ പരിചയപ്പെടുന്നത് ആരാന്നൊക്കെ അപ്പം പറഞ്ഞ പോലെ നൈഷധീയ ചരിതം. അപ്പം നൈഷധീയ ചരിതത്തിൽ 2 ഇതാണ്. നൈഷധീയ ചരിതത്തിൽ അതിൻ്റെ ആദ്യ ഭാഗത്തിനെ വളരെ ഇതായിട്ടുള്ളൊരു ശൃംഗാര ഇതാക്കിയിട്ട് അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശൈലിയൊക്കെ അറിയാലോ. ഒരാശയം പറഞ്ഞാൽ അത് തന്നെ അടുത്തതിൽ വീണ്ടും അതേപോലെ തന്നെ പറഞ്ഞ് അങ്ങനെയൊക്കെ. എങ്കിൽ പോലും ഒരു മനോഹരമായിട്ടുള്ളൊരു കഥയിലേക്ക് അതിനെ മാറ്റി. ആ ഹംസത്തിൻ്റെ വരവ് ഇവിടെ ഇങ്ങനെ വെറുതെ പരാമർശിച്ച് പോകുന്നതിനെയൊക്കെ മാറ്റിയിട്ട്. പക്ഷെ അവിടെ ദമയന്തി വിവാഹം വരെയുള്ളൂ. പിന്നെ നമുക്ക് കിട്ടുന്നത്, ഞാനതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാറ് ഉത്തര നൈഷധീയ ചരിതമാണ്. അതിൻ്റെ ബാക്കി എന്നുള്ള രീതിയിൽ ഇവിടുത്തുകാരൻ തന്നെയാണ് അരൂര് എന്നുണ്ട്. അരൂര് എന്നാണ് ഇപ്പം എല്ലാവരും ഇല്ല പേര് പറയാറ്. അരൂരടീരി എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉത്തര നൈഷധീയ ചരിതമുണ്ട്. ആ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ അതിൽ നിന്നുള്ള കൊട്ടേഷനും ഇതൊക്കെ കണ്ടാൽ വളരെ കാവ്യാത്മകമായിട്ട് ഒരു ഇതിലാണ്. പിന്നെ ഇപ്പം നമ്മൾ വടക്കുംകൂറൊക്കെ പറയുമ്പോൾ വടക്കുംകൂർ എപ്പോഴും ഇങ്ങനെ വല്ലാതെ പ്രശംസിച്ചുകൊണ്ടാണ് പറയുക. എങ്കിലും ചില ശ്ലോകങ്ങളൊക്കെ കാണുമ്പോൾ നല്ലൊരിത്. അപ്പോൾ അദ്ദേഹം ഈ കഥ ഇതിൻ്റെ ഇതിലുള്ള പരിസമാപ്തി വരെ, പിന്നെ നൈഷധീയ ചരിതത്തിലുള്ള രാജ്യം വീണ്ടും നൈഷധീയ ചരിതമല്ല, നളോപാഖ്യാനത്തിൽ രാജ്യം വീണ്ടും കിട്ടുന്നത് വരെയുള്ള ഇതിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പിന്നെ കുറേ കാലം മുമ്പേ 87 പുസ്തകം ഇറക്കിയപ്പോൾ ശങ്കുണ്ണീർ മാഷ അതിൽ പറഞ്ഞിട്ടുണ്ട്, നളൻ്റെ കഥയായിട്ടുള്ള ഇതിനെക്കുറിച്ച് നൈഷധ എന്തോ ഒരു നാടകത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ നാടകം ഇപ്പോൾ ആരോ ഇവിടെ അത് ചെയ്യുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. പിന്നെ നൈഷധാനന്ദം മാഷ അന്ന് പറഞ്ഞത്, നൈഷധാനന്ദം എന്ന് പറഞ്ഞിട്ടൊരു നാടകം പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്ന് കേട്ടു എന്നാണ്. 87 ഇറങ്ങിയിട്ടുള്ള നാട്യമണ്ഡപത്തിൻ്റെ അവസാനത്തിൽ മാഷ പറഞ്ഞിരിക്കുന്നത് നാടകമായിട്ട്. പക്ഷേ ഇപ്പോൾ അതിന് അതൊരു ഭാഗം ഇവിടെ തന്നെ അവതരിപ്പിക്കുന്നുണ്ട് എന്നതിൽ കണ്ടു. പിന്നെ നമുക്കിതല്ലാതെ നൈഷധത്തിലെ കഥ ഇതാക്കുന്ന കുറേ സംസ്കൃത, ഒരുപാടൊന്നുമില്ല എന്നാലും ചില സംസ്കൃത കൃതികളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ആദ്യം ഈ നീലകണ്ഠ ദീക്ഷിതരുടെ, എനിക്ക് കലി വിധൂനനെന്ന് പെട്ടെന്ന് കേട്ടപ്പോൾ നീലകണ്ഠ ദീക്ഷിതരുടെ ഒരു കലി വിഡംബനം എന്നുണ്ട്. പക്ഷെ അത് നോക്കുമ്പോൾ അത് ഈ കലിയല്ല, അത് കലി എന്നുള്ള നമ്മുടെ 4 ഇതില്ല, അതിലത്തെ കലിയാണ്, ദ്വാപര യുഗം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. പിന്നെ വേറെ ചില ചമ്പുക്കളാണ് ഇതായിട്ട് പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിലൊക്കെ സംസ്കൃതത്തിൽ ഈ കഥകൾ, പിന്നെ നളോപാഖ്യാനത്തിലെ കഥ, അതിൻ്റെ അവസാനം വരെയുള്ള കഥകൾ പലതിലും പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞാലും ഇവിടെ നമ്മൾ നളൻ്റെ കഥ പറയുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൽ പിന്നെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല നമുക്ക് നളൻ്റെ കഥ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ, നമുക്ക് നളചരിതമാണ്, ഉണ്ണായിവാരുടെ നളചരിതം. അതാണ് നമ്മുടെ നളൻ്റെ കഥ എന്ന് പറഞ്ഞാൽ നമുക്കതിൽ നിന്ന് അപ്പുറത്തേക്ക് നൈഷധത്തിൻ്റെ ചിലപ്പോൾ ചില ആദ്യ ഭാഗത്തുള്ള ഹംസം വരുന്ന അവിടെയൊക്കെ ചില സ്വാധീനങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നളചരിതം എന്നുള്ളത് നമ്മളെങ്ങനെ എന്താ പറയുക, അതിൻ്റെ ഒരു പിന്നെ നമ്മുടെ മനസ്സിൽ അത് ഉണ്ടാക്കുന്ന, ഇപ്പോൾ പ്രത്യേകിച്ചും നാരായണപ്പം അവിടെ സംസാരിച്ചും കൂടിയും കഴിഞ്ഞപ്പോൾ അത് വല്ലാത്തൊരു അനുഭവമാണ് ഉണ്ടാക്കുന്നത്. അവിടെ നൈഷധോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഉത്തര നൈഷധീയ ചരിതോ നളചമ്പുവോ ഇതൊന്നും അവിടെ അതല്ല. അപ്പം ഇങ്ങനൊരു
പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മളുടെ മനസ്സിനെ എങ്ങനെ ഇതാക്കുന്ന ഈ നളചരിതത്തിൻ്റെ കാഴ്ചശീലെന്നോ കേൾവിശീലെന്നോ എന്താ വെച്ചാൽ പറയാം, അതിൽ നിന്നുകൊണ്ട് നമുക്കൊരു നളകഥയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരിതിലാണ് നമ്മുടെ മാനസിക അവസ്ഥ. അപ്പോൾ ആസ്വാദന മനസ്സിൻ്റെയാണ്, മറ്റേതിൻ്റെ അല്ല, അതിൻ്റെ അവസ്ഥ നിൽക്കുന്നത്. അതുമാത്രമല്ല, ഞാനൊരു ഈ നളചരിതം മറ്റേ ഇതെന്നൊക്കെ എൻ്റെ ഒരു വായനയിൽ നളചരിതത്തിനൊരു പ്രത്യേകതയും കൂടി ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പോൾ അവിടെ ബാഹുകൻ്റെ അതിനെക്കുറിച്ച് വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു, അത് ശരിയാണ്. അതിൻ്റെ അപ്പുറത്ത് നളചരിതത്തിൽ നായകൻ നളനാണെങ്കിലും നളൻ്റെ ഒപ്പം നിൽക്കുന്ന കഥാപാത്രമാണ് അതിൽ ദമയന്തിയുടെ ഇച്ഛാശക്തിയാണ് പിന്നെ കഥയുടെ അവസാന ഭാഗത്തെ കൊണ്ടുപോകുന്നത്. അമ്മയുടെ അവിടെ ചെന്നിട്ട് ഇദ്ദേഹത്തിനെ അന്വേഷിക്കാനുള്ള ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം ദമയന്തിയുടെ ഇച്ഛാശക്തിയും അതിനെ വളരെ ഇതാക്കിയിട്ട് അവിടെ പിന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ വളരെ പണ്ട്, അത് പുസ്തകമായിട്ട് വന്നതിലുണ്ടോയെന്ന് എനിക്കറിയില്ല, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വളരെ പണ്ട് കോട്ടയ്ക്കൽ ശിവരാമൻ നളചരിതത്തിന് അദ്ദേഹം പിന്നെ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞായിരുന്നു. അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്നാണ് ഞാനത് വായിച്ചത്. നളചരിതം എഴുതാനുണ്ടായ സന്ദർഭത്തിനെ കുറിച്ചൊരു ഇത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ഉണ്ണായി വാര്യർ എഴുതാനുണ്ടായൊരു സന്ദർഭത്തിനെ കുറിച്ച്. ഉണ്ണായി വാര്യർ ഒരു ദിവസം അദ്ദേഹം ഇവിടെ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ ഒരു സന്യാസിയെ കണ്ടു, താടിയൊക്കെ ഇതാക്കിയിട്ടൊരു സന്യാസിയെ കണ്ടു. ഈ സന്യാസിയെ കണ്ടപ്പോൾ അയാൾക്കത് അയാളുടെ നാട്ടിലുള്ള ഒരു ആളാണ്, നായരോ അയാളാണെന്ന് പെട്ടെന്ന് തോന്നി. അപ്പോൾ അയാൾക്കൊരു പ്രത്യേകതയുണ്ട്, ഞാൻ പറയാം. എന്നിട്ട് അയാളോട് ചെന്ന് ചോദിച്ചു, ഇന്ന ആളാണോ? അപ്പോൾ അയാളൊന്നും മിണ്ടണില്ല. പിന്നെയും ഇങ്ങനെ സംശയം തോന്നിയപ്പോൾ അയാൾ നിഷേധിക്കുകയാണ്. അയാൾ അങ്ങോട്ട് പോവുകയും ചെയ്തു. പക്ഷേ ഇയാൾക്ക് വളരെ ഇതായിട്ട് ഉറപ്പുണ്ട്. അപ്പോൾ ഇയാളുടെ നാട്ടിലൊരു സംഭവം നടന്നു. ഇയാൾ അവിടെ നാട്ടിലുള്ള കാലത്ത് അവിടുത്തെ അതിസുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി, അത് പിന്നെ കല്യാണം കാലമായി. അപ്പോൾ തമ്പുരാക്കന്മാരും പണ്ട് അങ്ങനെയാണല്ലോ, സംബന്ധം ആലോചിച്ച് വരിക, പലരും സംബന്ധം ആലോചിച്ച് വന്നു. അപ്പോൾ ഈ കുട്ടിക്ക് അവരൊന്നും ഇഷ്ടമല്ല. അതിനവിടെ ഒരാളായിട്ട് പ്രണയമുണ്ട്, ഇഷ്ടമുണ്ട്. അപ്പോൾ ആദ്യം അത് പറയാനൊക്കെ പേടി. പിന്നെ അമ്മാമ്മമാരോട് പറഞ്ഞപ്പോൾ അമ്മാമ്മ സമ്മതിച്ചു. അങ്ങനെ അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അന്ന് വിവാഹം എന്നൊന്നുമില്ലല്ലോ, സംബന്ധമൊക്കെ അല്ലേ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയെ ആഗ്രഹിച്ചേർന്ന ആളുകളൊക്കെ കൂടി വെറുതെ ഓരോ ഇത് പറഞ്ഞുണ്ടാക്കി ഈ കുട്ടിയെക്കുറിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞേച്ച് ഇയാൾ ഇവിടുന്ന് പോയി. അയാളാണ് ഈ അമ്പലത്തിലൊരു സന്യാസിയെപ്പോലെ വന്നിട്ടുള്ള ആൾ. അപ്പം എന്നിട്ട് ഇതിവിടെ വന്നിട്ട് രാജാവിനോട് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇത്ര അയാളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരും, എന്നിട്ട് ആ കുട്ടിയോടും വരാൻ പറയൂ. എന്നിട്ട് അയാളെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. എന്നിട്ട് രാജാവ് അയാളോട് ചോദിച്ചു, ഇങ്ങനെ ആരാധനതിക്കലുള്ള. അപ്പോൾ ഒന്നും അയാൾ വിട്ടുകൊടുക്കില്ല. അപ്പോൾ ഈ ബാഹുകൻ്റെ കഥയൊക്കെ പറഞ്ഞപ്പോൾ അയാൾ വിട്ടുകൊടുക്കില്ല. കുറേ കഴിഞ്ഞ് ഈ കുട്ടി അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ആ കുട്ടി പിന്നെ വിവാഹം കഴിച്ചിട്ടില്ല, ഇയാൾ പോയിട്ട്. ഈ കുട്ടി അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജാവ് കുട്ടിയെ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ കുട്ടി വന്നപ്പോൾ ചോദിച്ചു, ഈ കുട്ടിയെ അറിയുമോ ചോദിച്ചു. അപ്പം അയാളുടെ ഭാവമൊക്കെ അങ്ങോട്ട് മാറി. എന്നിട്ട് പിന്നെ പിന്നെ ഇവരെ വിവാഹം കഴിപ്പിച്ച് കൊടുത്തു, രണ്ടാളെയും ഒരുമിച്ച് ആക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, ഇത്രേ ഇത് വെച്ചിട്ടൊരു പിന്നെ കാവ്യം എഴുതാൻ പറഞ്ഞു. ഈ ഇൻസിഡൻറ്റ് വെച്ചിട്ടൊരു കാവ്യം എഴുതാൻ പറഞ്ഞു. അപ്പോഴാണ് നളചരിതം എഴുതിയതെന്നാണ് പറയുന്നത്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ, നാടകം എന്നുള്ളതിന് അല്ലെങ്കിൽ ഒരു കവി ഒരു ഇത് എഴുതുമ്പോൾ കവിക്ക്, ഇപ്പം നാരായണനൊക്കെ അറിയാം, കാര്യം എന്നൊന്ന് ആദ്യം തന്നെ എന്താണ് ഒരു ഇതിവൃത്തം, ഒരു കാര്യം തനിക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു ഇതിവൃത്തം സ്വീകരിക്കുകയാണ് ചെയ്യുക. പിന്നെ മഹാന്മാരായിട്ടുള്ള കവികൾ അതല്ലാണ്ട് ഇപ്പം ശാകുന്തളം എഴുതാൻ വേണ്ടി ശാകുന്തളോപാഖ്യാനം പറയാനല്ല ശാകുന്തളം എഴുതുന്നത്. കവിക്കൊരു കാര്യം പറയാണ്ട് അതിന് ശാകുന്തളത്തിനെ വിഷയമാക്കുന്നു. അതുപോലെ ഇവിടെ
ഒരു കാര്യം, അതാണ് ഞാൻ പറഞ്ഞത്, ആ സ്ത്രീയുടെ അനവധി കാലത്തെ അവരുടെ ധൈര്യപൂർവ്വമുള്ള അന്നത്തെ കാലഘട്ടം ഓർക്കണം. ഈ സംബന്ധം എന്നുള്ളൊരിതിൽ എന്നത്തെ പോലെ അതൊന്നുമില്ല, വിവാഹം വേർപെടുത്തുമൊന്നും വേണ്ട. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ളൊരു കാലത്തും ഇനി ഞാനൊരാളെ സ്വീകരിക്കില്ല എന്നും പറഞ്ഞ് ആ പെൺകുട്ടി ധൈര്യമായിട്ടിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഇത് വെച്ചുകൊണ്ടാണ് നളചരിതം ആട്ടക്കഥ എഴുതിയത് എന്ന് പിന്നെ കോട്ടയ്ക്കൽ ശിവരാമൻ്റെ ആത്മകഥയിൽ എത്ര കാലം മുമ്പേ അറിയില്ല, ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, കഥാപാത്രങ്ങളെയും കഥയൊക്കെ പിന്നെ രൂപപ്പെടുത്തുമ്പോൾ അവനവൻ്റെ ഉള്ളിലുണ്ടാവുന്ന, നമ്മൾ പറയാറില്ലേ അവസ്ഥാനുകൃതിർനാട്യം, അല്ലെങ്കിൽ സംഭവങ്ങൾ തന്നെയാണ് എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അങ്ങനെയാണ് ഈ നളചരിതം ഉണ്ടായത്. ആ നളചരിതമാണ് ഇന്ന് നമ്മുടെ മനസ്സാകുന്ന അരങ്ങും പിന്നെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരിതിൽ ഈ കലിവിധൂനനം എന്നുള്ള നാടകം എത്ര കണ്ട് ഇതാണെന്ന് ഞാനതിൻ്റെ പിന്നെ ആദ്യം ഞാൻ ആ നാടകത്തിൻ്റെ 10 അംഗമായിട്ടാണ് ഈ നാടകം. ആ നാടകത്തിൻ്റെ പിന്നെ കഥ പോലെ, ഒരു കഥാസംഗ്രഹം പോലെ ഞാൻ ഒന്ന് ഇതായിട്ട് പറയാം. നാടകത്തിൽ ആദ്യം ഒരു ശുദ്ധവിഷ്കംഭമാണ് നാടകത്തിൽ വരുന്നത്. ആ ശുദ്ധവിഷ്കംഭത്തിൽ ആദ്യം വരുന്നത് പിന്നെ കലിയുടെ പ്രവേശമാണ്. ആദ്യം കലിവിധൂനനം എന്നാണല്ലോ, അപ്പോൾ കലിയുടെ പ്രവേശം അത് ചെറിയൊരു ശുദ്ധവിഷ്കംഭം വളരെ ചെറിയൊരു ഭാഗമാണ്. കലി പ്രവേശിച്ച് നമ്മൾ ഇതിൽ പറഞ്ഞപ്പോൾ നാരദൻ പറഞ്ഞു കേട്ട് കലി ദമയന്തിയിൽ പിന്നെ അനുരാഗത്തോടു കൂടിയവനാണ്. അപ്പം അങ്ങനെ ഇനി എന്താ എനിക്ക് അറിയില്ല, ഞാൻ എൻ്റെ മനസ്സിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ച് ദ്വാപരനെ കാണാൻ പോവുകയാണ്. അപ്പോൾ കലി അനുരക്തനാണ് ദമയന്തിയിൽ എന്നുള്ളൊരു സൂചനയോട് കൂടിയാണ് ആദ്യത്തെ പിന്നെ എന്താ പറയുക 1-ാം അംഗത്തിലെ പിന്നെ ഒരു ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ആദ്യ ഭാഗം അങ്ങനെയാണ്, വിഷ്കംഭം എന്നാണ് അതിന് കൊടുത്തിരിക്കുന്നത്, അതങ്ങനെ അവസാനിക്കണം. പിന്നെ അംഗാരംഭത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമുക്ക് നളോപാഖ്യാനം, അപ്പോൾ ഞാനീ പറഞ്ഞ കവിക്ക്, കുംഭകോണത്തുകാരൻ കവിക്ക് നമ്മളെ നളചരിതം അറിയില്ലല്ലോ. അപ്പം നളോപാഖ്യാനത്തിനെ വെച്ചിട്ടേ ഇത് പറയാൻ പറ്റുള്ളൂ. അപ്പം നളോപാഖ്യാനത്തിന് ചില ദിക്കിലൊക്കെ ഇദ്ദേഹം മാറ്റം വരുത്തിയിട്ടുണ്ട്. അവിടെ പിന്നെ ഈ കലിയുടെ ആ വിഷ്കംഭം കഴിഞ്ഞപ്പോൾ പിന്നെ നായകൻ പ്രവേശിക്കുന്നു. നളെന്നുള്ള പേരേ ഇല്ല അതിൽ, നായകൻ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. നായകൻ പ്രവേശിക്കുന്നു. പിന്നെ അവിടെ നായകൻ ഇങ്ങനെ തൻ്റെ ഉദ്യാനത്തിൽ ഇരിക്കുമ്പോൾ ക്രഥകൗശികത്തിൽ നിന്ന്, അതായത് ഇത് വിദർഭനെയാണെന്നാണ് പറയുന്നത്, ക്രഥകൗശികത്തിൽ നിന്ന് ഒരു ഭടൻ എഴുത്തു കൊണ്ടുവരുന്നു. അവിടെ ദമയന്തിയുടെ വിവാഹം നിശ്ചയിച്ചു എന്നും പറഞ്ഞ് ആ സ്വയംവരത്തിന് ക്ഷണിക്കുന്ന പത്രിക കൊണ്ടുവരുന്നു. സേനാനി ആണത് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പം എന്നാൽ ശരി പുറപ്പെട്ട് പോവുക എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും നാടകീയത വളരെ കുറവാണ്. ഞാനത് കഴിഞ്ഞിട്ടത് പറയാം. പിന്നെ പോവാന്നും പറഞ്ഞ് വിദർഭത്തിലേക്ക് സേനാനിയെ വിളിക്കുക, തേരാളിയോട് വരാൻ പറയുന്നു. അവർ പുറപ്പെട്ട് വിദർഭത്തിലേക്ക് പോകുന്നു. അങ്ങനെ ആ അംഗത്തിന് പേര് യാത്ര എന്നാണ്. ആ അംഗത്തിൻ്റെ അവസാനം അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. അവിടെ വെച്ചിട്ട് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് ദേവന്മാരുടെ ഒരു ഇതുപോലെയാണ് പറയുന്നത്. നേപഥ്യത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവന്മാരിങ്ങനെ നളനോട്, ഇതിലുള്ള കഥയാണല്ലോ അത്, നളനോട് ആവശ്യപ്പെടുന്നു പിന്നെ തങ്ങളുടെ ദൂതനായിട്ട് പിന്നെ ദമയന്തിയുടെ അടുത്തേക്ക് പോകണം എന്നാവശ്യപ്പെടുന്നു എന്ന് നേപഥ്യത്തിൽ നിന്ന് ഒരു ഇത് കേൾക്കുന്നു. പിന്നെ അങ്ങനെ പിന്നെ ദമയന്തിയുടെ അടുത്ത് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് 1-ാമത്തെ അംഗം അവസാനിക്കുന്നത്. പിന്നെ രണ്ടാമത്തേന് പേര് കന്യാസ്വയംവരം എന്നാണ് 2-ാമത്തെ അംഗത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് 2 രംഗമായിട്ടാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യത്തെ രംഗത്തിൽ പിന്നെ നളൻ ഇവരുടെ അടുത്തേക്ക് ദമയന്തിയുടെ അടുത്തേക്ക് ദമയന്തിയുടെ
തോഴിമാരും, കേശിനിയുണ്ട്, വേറൊരു തോഴിയുണ്ട്. അവർ രണ്ടുപേരും ഉദ്യാനത്തിലിരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് നളൻ ദൂതനായിട്ട് ചെല്ലുന്നതാണ് ആദ്യ രംഗത്തിൽ. അപ്പം എന്നിട്ട് ഇതൊക്കെ പറയുന്നു. അത് പിന്നെ ദമയന്തി അതൊക്കെ ഇങ്ങനെ കേട്ട് ഓരോരുത്തരെ പിന്നെ ഇതായിട്ട് 4 ദേവന്മാരെയും പിന്നെ ഓരോ ശ്ലോകത്തിൽ ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട്. അപ്പം ദമയന്തി അതിങ്ങനെ പകുതി ഇതായിട്ട് കേട്ടിട്ടും പകുതി തമാശയായിട്ട് തോഴിയോട് പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ ഇങ്ങനെ ഇതായിട്ടാണ് ആ രംഗം അവതരിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വിവാഹമാണ്. അപ്പം ഇങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും ഈ ദൂത് പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരാൾ, അതാണ് ഞാൻ പറഞ്ഞത്, നാടകീയത എന്നുള്ളത് എത്ര കണ്ട് ഇതിലുണ്ടെന്നുള്ളത്, നാടകം എന്നുള്ള രീതിയിൽ എത്ര കണ്ടതാണെന്നുള്ളത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പിന്നെ ഒരാൾ വന്നിട്ട് പറയുന്നു, ഇതാ എല്ലാം ഒരുങ്ങി പിന്നെ തേര് കൊണ്ടുവന്നിട്ടുണ്ട്, ശിബിക, സ്ത്രീകൾക്ക് കയറാനുള്ള തേരിന് അങ്ങനെയാണല്ലോ പറയും, ശിബിക കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറയണു എന്ന് പറഞ്ഞ് ഇവരങ്ങോട്ട് പോകുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ നളചരിതത്തിലും അതുപോലെ നളോപാഖ്യാനത്തിലൊക്കെ കാണുന്ന പോലെ അവിടെ ചെല്ലുമ്പോൾ പിന്നെ വിവാഹ രംഗമാണ്. അതാണ് ഒരു അംഗത്തിൽ 2 രംഗം ഉണ്ടെന്ന്, വിവാഹ രംഗമാണ്. ആ രംഗത്തിൽ 5 നടന്മാരെ കാണുന്നു. അപ്പോൾ ഇതിൽ നളോപാഖ്യാനത്തിലൊക്കെ പറയുന്ന പോലെ തന്നെ മറ്റേ ഇതിലാ ഭാഗമില്ലല്ലോ, നളചരിതത്തിൽ അങ്ങനെയുള്ള ഒരു അതില്ലല്ലോ, ഈ എല്ലാവരും കൂടി ഇങ്ങനെ നിരന്ന് നിൽക്കുക. നളോപാഖ്യാനത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ ഇവൾ പിന്നെ ഇവരെ സ്മരിച്ചുകൊണ്ട്, ദേവന്മാരെ സ്മരിച്ചുകൊണ്ട് എനിക്ക് ശരിക്കുള്ള നളനെ കാണിച്ചു തരണേ എന്നും പറഞ്ഞ് അവിടത്തിൽ ആ മാല അവളങ്ങോട്ട് പിന്നെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വിടുകയാണ് മാല. അപ്പോൾ ആ മാല വിടുമ്പോൾ അത് പിന്നെ ശരിക്കുള്ള നളൻ്റെ കഴുത്തിൽ ചെന്ന് വീഴുന്നു. അങ്ങനെ നളനെ വിവാഹം കഴിക്കുന്നു. അതോടുകൂടിയാണ് 2ാമത്തെ അംഗം അവസാനിക്കുന്നത്. പിന്നെ 3ാമത്തെ അംഗം, അതാണ് ഇപ്പം ഇന്നിവിടെ അതിൻ്റെ വിഷ്കംഭാണ് ഇന്നിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അത് കലിയും ദ്വാപരനും കൂടിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഭൈമി പാണിഗ്രഹത്തിന് ഇവിടെ നമ്മളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണല്ലോ. അത് ഇവിടെ പോണ വഴിക്ക് ദേവന്മാരെ കാണലും ഒക്കെ അല്ലേ, അതിമനോഹരമായിട്ടുള്ള ഭാഗമാണല്ലോ. ഇതിലങ്ങനെയൊന്നുമില്ല. ദ്വാപരനോട് ഇങ്ങനെ നളനെ വിവാഹം കഴിച്ചു എന്ന് അറിയാണ്. ഇയാൾ പുറപ്പെട്ട് പോകാൻ തുടങ്ങുമ്പോൾ തന്നെയാണ് അവിടെ എന്താണ് സഖേ കിമിതം യത് കില എന്നൊക്കെ പറഞ്ഞ് ഭൈമ്യ പാണിഗ്രഹണായ ത്വരിതപദമിഹ പ്രസ്ഥിതസ്യ അസ്യ ജന്മേ. ഞാനിങ്ങനെ പൂവന്നെയാണ് പാണിഗ്രഹണത്തിന് പുറപ്പെട്ട് പോകുമ്പോഴാണ് പിന്നെ വവ്രേസാഭി പതിംബര നിപുണധീരാത്മാനം ആത്മാനുരൂപം നളം എന്ന് നേപഥ്യത്തിൽ നിന്ന് കേൾക്കുകയാണ്. അവൾ പിന്നെ ആത്മാനുരൂപനായിട്ടുള്ള നളനെ വരിച്ചു എന്നൊക്കെ നേപഥ്യത്തിൽ നിന്ന് കേൾക്കുന്നു. അങ്ങനെ കേൾക്കുമ്പോൾ പിന്നെ ഈ ദ്വാപരനായിട്ട് ഇത് ശരിയല്ല, നമ്മൾ മറ്റേ നമ്മളെ നളചരിതത്തിൽ കാണുന്ന പോലെ തന്നെ ഇവരെ 2 പേര് ഞാൻ ഒരുമിച്ചിരിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ദ്വാപരൻ അതെന്തിനാ അങ്ങനെയൊന്നും ചെയ്യണ്ടെന്നൊക്കെ ദ്വാപരൻ ഇതിൽ പറയുന്നുണ്ട്. ഇതാണ് അങ്ങനെ പൊക്കോട്ടെ, അവർ സുഖമായിട്ട് ജീവിച്ചോട്ടെ എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. പക്ഷേ കലി അതൊന്നും സമ്മതിക്കാതെ പോകുന്നു. അതാണ് ശുദ്ധ വിഷ്കംഭം. പിന്നെ നളനും പുഷ്കരനും കൂടിയിട്ടുള്ള ഭാഗമാണ് 2ാമത്തെ ഭാഗം വരുന്നത്. ആ 2ാമത്തെ രംഗത്തിലാണ് പിന്നെ ചൂതുകളി ഇതൊക്കെ വരുന്ന ഭാഗം. 3ാമത്തെ അംഗത്തിൻ്റെ 2ാമത്തെ ഭാഗത്തിലാണ് ചൂതുകളി വരുന്നു. അങ്ങനെ ചൂത് കളിച്ച് ഇതൊക്കെ നഷ്ടപ്പെടുന്നു. ദമയന്തി ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് നളനോട് ഇനി ചൂതുകളി തുടരണ്ട എന്നുള്ള രീതിയിൽ നളനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ നമ്മൾ സാധാരണ കാണുന്ന പോലെ കുട്ടികളെയൊക്കെ വാർഷ്ണേയൻ്റെ കൂടെ അങ്ങോട്ട് പറഞ്ഞയച്ച് ഇവർ കാട്ടിലേക്ക് പോകുന്നു. ഇതാണ് 4ാമത്തെ. അതിൽ ദമയന്തി പരിത്യാഗം എന്നാണ്. 4ന് പേര് കൊടുത്തിട്ടില്ല, പക്ഷെ ഞാനതിൻ്റെ അത് മുഴുവൻ വായിച്ചിട്ട് അതിന് ഇദ്ദേഹം പേര് കൊടുത്തിട്ടില്ലെങ്കിലും അതിനങ്ങനെ ഒരു പേര് പറയാം എന്നുള്ള രീതിയിൽ ദമയന്തി പരിത്യാഗം എന്ന്. അവിടെ പിന്നെ ചില എന്താ പറയുക, ഇതൊന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ചിലതൊക്കെ ഇയാളിങ്ങനെ ചേർത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ വസ്ത്രം പകുതി കീറിയെടുത്ത്
നളചരിതത്തിൽ വസ്ത്രം പിന്നെ ഇവർ പക്ഷികൾ ചൂത് ഇതായിട്ട് വന്ന് പറിച്ചു കൊണ്ടുപോകണതൊക്കെ അല്ലേ, ആ ഒരു ഇതിലേക്കൊന്നും ഇത് എത്തണമെന്നില്ല കേട്ടോ. അപ്പോൾ കലി അവിടെ മറഞ്ഞു നിന്നിട്ടൊരു ചുരിക എറിഞ്ഞു കൊടുക്കുക. ഞാൻ എങ്ങനെയാണ് ഈ വസ്ത്രം നിന്ന് പകുതി എടുക്കുക, അപ്പോൾ അത് കീറിയെടുക്കാനുള്ളതൊന്നുമില്ല, അപ്പോൾ ഒരു ചുരിക എറിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അതുകൊണ്ട് വസ്ത്രം കീറിയെടുത്ത് വസ്ത്രവും പിന്നെ ഉടുത്തിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോയിട്ട് പിന്നെ ആ 4ാമത്തെ അംഗം കുറേ വലിയൊരു അംഗമാണ്. അതിൽ അവസാനം ദമയന്തി പിന്നെ പാമ്പിൻ്റെ ഇതിൽ പെടുന്നവർ, ആ പാമ്പിനെ കാണുന്നവരെയുള്ള ഭാഗം പിന്നെ ആ അംഗത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 5ാമത്തെ അംഗം പാമ്പിനെ കാണുന്നവരേ ഉള്ളൂ. നമ്മളെ നളചരിതത്തിൽ കാണുന്ന ആ രംഗമൊന്നും അതിലില്ല. പാമ്പ് എന്നും പറഞ്ഞ് ഇവളിങ്ങനെ നളനെ കാണാനില്ല. എന്നിട്ട് ഇവളിങ്ങനെ നോക്കുമ്പോഴാണ് ഈ പാമ്പിനെ കാണുന്നതും പാമ്പ് ഇവളെങ്ങനെ പേടിച്ച് ഇവളങ്ങോട്ട് വലിച്ച് അഴിച്ചു കൊണ്ടുപോകുന്നതൊക്കെ ആയിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ 5ാമത്തെ അംഗത്തിൽ കലിയുടെ ഒരു സുഹൃത്തിനെ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഏലാപത്രഹ എന്നാണ് ആ സുഹൃത്തിൻ്റെ പേര്. ഈ ഏലാപത്രനും കർക്കോടകനും തമ്മിലുള്ളൊരു സംഭാഷണമാണ്. ഇയാൾ കലിയുടെ സുഹൃത്താണെങ്കിലും അയാളൊരു കലി ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്നുള്ളൊരു അഭിപ്രായക്കാരനല്ല. അപ്പോൾ ഈ കർക്കോടകനും കൂടിയിട്ടുള്ളൊരു സംഭാഷണം. എന്നിട്ട് ആ സംഭാഷണത്തിൽ കർക്കോടകൻ ചോദിക്കുക, നീ എങ്ങനെ ഈ കാട്ടുതീയിൽ പെട്ട കഥയൊക്കെ അവിടെയാണ് വരുന്നത്, എങ്ങനെ രക്ഷപ്പെട്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ് നളൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് എന്നെ രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ ഇവരുടെ സംഭാഷണത്തിലൂടെയാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവർ തമ്മിൽ പറയുമ്പോഴാണ് ഈ ദമയന്തി പിന്നെ എന്താ പറയുക ആ തന്നെ രക്ഷിച്ച കാട്ടാളനെ വധിച്ച കഥയൊക്കെ ഇവരുടെ സംഭാഷണത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതങ്ങനെ അതൊരു പിന്നെ 5ാമത്തെ അംഗത്തിൻ്റെ ശുദ്ധവിഷ്കംഭമായിട്ടാണ് ഇതും അവതരിപ്പിക്കുന്നത്. വലിയൊരു ശുദ്ധവിഷ്കംഭമാണ്, അനവധി പേജുള്ളൊരു ഇതാണത്. അപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ 4-5 പേജോളം ഉണ്ട് ഒരു ശുദ്ധവിഷ്കംഭം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കലിയുടെ സുഹൃത്തും കർക്കോടകനും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് നമ്മൾ ഈ കഥയൊക്കെ മനസ്സിലാക്കുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നത്തെ ഭാഗം വളരെ രസകരമായിട്ടുള്ളൊരു ഇതാണ്. ദമയന്തി രംഗത്ത് വരുന്നു. എന്നിട്ട് ദമയന്തി ഇങ്ങനെ എല്ലാ വൃക്ഷങ്ങളോടും ഇതിനോടും ഒക്കെ നളനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു ഭാഗമാണ്. ആ ദമയന്തി നിപുണം നിരൂപ്യ എന്നും പറഞ്ഞിട്ട് പിന്നെ ഇതിലൊരു എത്ര ശ്ലോകമുണ്ട് നോക്കണം, 28 ഒരു 10-35 ശ്ലോകമുണ്ട് ദമയന്തിയുടെ ആയിട്ട്. അങ്ങനെ ഒരുപാട് ശ്ലോകങ്ങളിലാണ് എൻ്റെ ഇത് വരുന്നത്. അങ്ങനെ ദമയന്തി ഇങ്ങനെ അന്വേഷിച്ച് കഥയൊക്കെ ഇതിലത്തെ പോലെ തന്നെയാണ്. ദമയന്തി അന്വേഷിച്ച് പോകുമ്പോൾ സാർത്ഥവാഹ സംഘത്തിനെ കാണുന്നു. അവരുടെ അടുത്തെത്തി. അപ്പോൾ ഇതിനൊക്കെ കൂടുതൽ മറ്റേലത്തെ കഥ പോലെ തന്നെയാണ്. സാർത്ഥവാഹ സംഘത്തിൻ്റെ ഇതിൽ അപ്പോൾ ആദ്യം അവർ ഞങ്ങളിവിടെ കൊണ്ടേക്കാമെന്നൊക്കെ പറഞ്ഞ് കൂടെ കൂട്ടുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അതിൻ്റെ ഇടയിൽ അവർക്ക് എന്തൊക്കെയോ അത് ഇതിലുണ്ട്, നളോപാഖ്യാനത്തിലുണ്ട്, ഒരാന വന്നിട്ട് അവരുടെ ആ സംഘത്തിനെയൊക്കെ ചവിട്ടി ഇതാക്കി അവരുടെ സാധനങ്ങളൊക്കെ നശിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഇവൾ കൂടെ കൂടിയിട്ടാണ് ഈ അനർത്ഥമൊക്കെ ഉണ്ടായതെന്നും പറഞ്ഞ് അവരെ ഓടിക്കുന്ന ആ ഭാഗമൊക്കെ ഇതിലുണ്ട്. പക്ഷേ എങ്കിലും പിന്നെ ഇവർ രക്ഷിച്ച് ദമയന്തി അതിലത്തെ ഒരു സാർത്ഥവാഹൻ നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി അവസാനം ദമയന്തി പിന്നെ ഇവിടെ എത്തുന്നു, ചേതിരാജ്യത്തെത്തും. അങ്ങനെയുണ്ടോ. എന്നിട്ട് അവിടെ എത്തിയിട്ടാണ് അവിടെ സൈരന്ധ്രിയായിട്ട് അവൾ താമസിക്കുന്നതാണ് അടുത്ത ഇതിൽ. അവിടെ എന്താണ് ചേതിരാജ്യത്തെത്തി അവിടെ സൈരന്ധ്രിയായിട്ട് താമസിക്കുന്ന ഒരു ഭാഗമുണ്ട്. പിന്നെ 6ാമത്തെ അംഗത്തിൽ 6ാമത്തെ അംഗം താരതമ്യേന വളരെ ചെറുതാണ്. 6ാമത്തെ അംഗം വായിക്കുമ്പോഴാണ് നമുക്കൊരു നാടകത്തിൻ്റെ
ഒരു പ്രതീതിയൊക്കെ തോന്നുന്നത് അവിടെയാണ്. അവിടെ നളൻ പിന്നെ ഋതുപർണൻ്റെ രാജധാനിയിലെത്തി ബാഹുകൻ എന്നുള്ള ഇതിൽ അവിടെ ഋതുപർണൻ്റെ അടുത്ത് കൂടുന്നതും ഒക്കെ പിന്നെ ജീവലൻ നമ്മൾ വിജയനപഥ മഹതിന്നൊക്കെ കാണുന്ന അതേപോലെയുള്ള ഭാഗങ്ങളാണ്. പക്ഷേ ഇതിൽ പിന്നെ അവിടെ ഈ ബാഹുകനായിട്ടല്ല, ഇവിടെയും അങ്ങനെ ആളങ്ങനെയാണെങ്കിൽ പോലും പേരൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. വാർഷ്ണേയൻ നനുവസ്യ എന്താ കിമയം ആഹ ദമയന്തീരി, മറ്റത് ദമയന്തി എന്ന് പറയില്ലല്ലോ, ഏതോ ഒരു സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇയാളെന്താ ദമയന്തി ദമയന്തി എന്ന് പറയുന്നത് എന്ന്, ദമയന്തിക്ക് എന്താ പറ്റിയത്, ദമയന്തിക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ പറയുന്ന ബാഹുകനാണ് ഇവിടെ. അപ്പോൾ ഇവരിങ്ങനെ ചോദിക്കണം. അപ്പോൾ അയാൾ അതിന് മറുപടിയൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടതാന്നുള്ള രീതിയിൽ മറുപടിയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതായിട്ട് പോകുന്നു. അവിടെയും ഇവർ തമ്മിലുള്ള വാർഷ്ണേയനും പിന്നെ ജീവലനും തമ്മിലുള്ള സംഭാഷണമൊക്കെ ആയിട്ടാണ് പോകുന്നത്. അത് താരതമ്യേന ചെറിയൊരു അംഗമാണ്. അവിടെ ചലം നാമ എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ചലൻ പിന്നെ ബാഹുകൻ്റെ വേഷത്തിൽ അവിടെ താമസിക്കുന്നതായിട്ട്. പിന്നത്തെ അംഗത്തിൽ അടുത്തതിൽ ഇതാണ് ചേതി രാജ്യത്തിൽ. ഇതിലില്ലാത്തൊരു ഭാഗമാണ്, വളരെ വിസ്തരിച്ച് ഇതായിട്ട് കൊടുക്കുകയാണ്. ഇവള് സൈരന്ധ്രിയായിട്ട് പിന്നെ ചേതി രാജ്യത്തിൽ താമസിക്കാൻ. അപ്പോൾ അവിടുത്തെ രാജകുമാരി സുനന്ദ എന്നാണ് പേര്. അവളുടെ പിന്നെ തോഴിയായിട്ട് അവിടെ താമസിക്കുന്ന കാലത്ത് ഒരു ദിവസം സുദേവൻ അവിടെ എത്തുക. അപ്പോൾ സുദേവൻ അവിടെ എത്തി. സുദേവൻ ഇങ്ങനെ സുനന്ദോടൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സുനന്ദ പറയും, ഞാനിപ്പോൾ വരാം, ഞാനൊന്ന് അന്തഃപുരത്തിൽ പോയിട്ട് വരാം എന്നും പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ ഈ സൈരന്ധ്രിയും ഇവളും മാത്രമേ ഉള്ളൂ, സുദേവനും സൈരന്ധ്രിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് തമ്മിൽ ഇതായിട്ട് മനസ്സിലായി ഇത് ദമയന്തിയാണ് എന്നൊക്കെ. സുദേവൻ സൈരന്ധ്രിയെ തിരിച്ചറിയുന്നു. സൈരന്ധ്രിയും താൻ ആരാണെന്നുള്ളത് വളരെ തൻ്റെ അവസ്ഥയൊക്കെ വളരെ ഇതിലായിട്ട് പറയുന്നു. ഒരുപാട് ശ്ലോകങ്ങളുണ്ട് അതിൽ, മുഴുവനെ വായിച്ച്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷ വളരെ നമുക്ക് സുപരിചിതമല്ലാത്ത ഒരുപാട് പദങ്ങളൊക്കെ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് സുദേവനും സൈരന്ധ്രിയും കൂടിയിട്ടുള്ള സംഭാഷണമൊക്കെ ഒരുപാട് നീണ്ട ഭാഗമാണത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ അന്തഃപുരത്തിൽ രാജമാതാവും പിന്നെ അവിടെ രാജാവും രാജമാതാവും സുബാഹു എന്നാണ് രാജാവിൻ്റെ പേര്. അപ്പോൾ രാജാവും രാജമാതാവും ഒക്കെ വന്നു. അവർക്കിത് മനസ്സിലാവണു, ഈ സൈരന്ധ്രി പിന്നെ ദമയന്തിയാണെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ അവരുടെയൊക്കെ അനുവാദത്തോടു കൂടി പിന്നെ ഇവള് സ്വന്തം രാജ്യത്തിലേക്ക് പോകുന്നു. ഇതാണ് അതിലത്തെ 7ാമത്തെ അംഗത്തിൽ. പിന്നെ ഇതാണിപ്പോൾ 7ാം അംഗത്തിലെ കഥ. 8ാമത്തെ അംഗത്തിലെത്തുമ്പോഴേക്കും അവിടെ ഒരു ശുദ്ധ വിഷ്കംഭം ആയിക്കൊണ്ടാണ് അവിടെയാണ് ഋതുപർണനെ ഇതിൽ സാവിത്രൻ എന്നാണ് പേര് പറയുന്നത്. സവിതൃകുലത്തിൽ ഋതുപർണൻ എന്നുള്ള പേരെന്നെ ഇതിൽ കാണാനില്ല. അപ്പോൾ അവിടെ പിന്നെ അവിടെ എത്തുന്നത് ആ കൊട്ടാരത്തിലെത്തി ഈ ഇവളുടെ വിവാഹത്തിനെ കുറിച്ചൊക്കെ പറയുന്നതൊക്കെ ആയിട്ടാണ് 8ാമത്തെ അംഗത്തിലത് പറയുന്നത്. 9ാമത്തെ അംഗമാണ് നമുക്ക് വല്ലാത്ത കൺഫ്യൂഷൻ എന്നല്ല. വന്നപ്പോൾ ഇവിടെ ബാഹുകൻ്റെ ഇതൊക്കെ നാരായണൻ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ 9ാമത്തെ അംഗത്തിൽ അവിടെ ഇവിടെ എത്തുന്നു, കൊട്ടാരത്തിലെത്തുന്നു. അതിൻ്റെ മുമ്പേ ദമയന്തി അമ്മയോട് ഇത് പറഞ്ഞിട്ട് ഋതുപർണൻ പിന്നെ പോണ്ട കാര്യം പറയുന്നു. ഋതുപർണൻ അവിടെ എത്തുകയാണ്. അപ്പോൾ ഋതുപർണൻ്റെ കൊട്ടാരത്തിലെത്തുമ്പോൾ ഇവിടെ ഈ വിവാഹത്തിനുള്ള ഒരുക്കമൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എന്താ വേണ്ടത്. അപ്പോൾ രാജാവ് ഒരു റിഭിഡൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പിന്നെ ഇയാളെ വിളിച്ചിട്ട് ഇയാൾക്ക് താമസിക്കാൻ വേണ്ട സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കാൻ പറയുന്നു. പിന്നെയാണ് ദമയന്തി കേശിനി ഇവരുടെ ഇതൊക്കെ വരുന്നത്. അപ്പോൾ തഥപ്രവിശതി ആസനസ്ഥ നിർദ്ദിഷ്ട
സഹ സഖീഭ്യാം അംബയാച സഹ ദമയന്തി. അങ്ങനെയാണ് ഒരു രംഗം. സഖിമാരും അമ്മയും കൂടിയിട്ട് ദമയന്തി വരുന്നു. എന്നിട്ട് ദമയന്തി അമ്മയോട് പറയാണ്, ഇങ്ങനെ ഈ രാജാവിൻ്റെ കൂടെ വന്ന ഇയാളെ പിന്നെ നളനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിനെ ചെന്ന് കണ്ട് അത് നളനാണോ എന്ന് തീരുമാനിക്കാൻ അതിനുള്ള അനുവാദം തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദമയന്തി അമ്മയോട് പറയുകയാണ്. പക്ഷെ ദമയന്തി അമ്മയോട് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ദമയന്തിയുടെ അതൊക്കെ പ്രാകൃതമാവുമല്ലോ, അത് ഇതിലൊരു 4-5 പേജ് ദമയന്തിയുടെ ഇതാണ് അമ്മയോട് അങ്ങനെ വിവരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് അമ്മ അച്ഛനോടും കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് അവർ രണ്ടാളും കൂടി ആലോചിച്ചിട്ടാണ് ശരി എന്ന് പറഞ്ഞ് കേശിനിയെ പറഞ്ഞയക്കുന്നു ബാഹുകൻ്റെ അടുത്ത്. ദമയന്തി പിന്നെ തഥപ്രവിശരി ബാഹുകൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ കേശിനിയും ദമയന്തിയും കൂടിയാണ് പോകുന്നത്. എന്നിട്ട് കേശിനി കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ദമയന്തി ഇപ്പുറത്തുണ്ട്. മറ്റേത് ആദ്യം കേശിനി പോയിട്ട് ഇതാവുമല്ലേ, ഇതൊക്കെ വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കേശിനി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദമയന്തി ഇപ്പുറത്ത് നളൻ്റെ ഭാവം എന്താണ് എന്നൊക്കെ നോക്കിയിട്ടും ഒക്കെ ദുഃഖിച്ച് നിൽക്കുന്ന ദമയന്തിയാണ് പുറത്ത് കാണുന്നത്. ഇതുപോലെ എന്നൊന്നും പറയാൻ പറ്റില്ല, സംഭവം ഇതൊക്കെ തന്നെയാണെന്നേ പറയാൻ പറ്റുള്ളൂ. ബാഹുകൻ ഇതൊക്കെ നിഷേധിക്കുന്നു. രണ്ടാമത്തെ വിവാഹം ഇതിന് ഇതിനെക്കുറിച്ചൊക്കെ സംശയം സൂചിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം ഈയൊരു പിന്നെ നളചരിതമായിട്ട് ഇതിനെ നമുക്ക് താരതമ്യപ്പെടുത്താനൊന്നും പറ്റില്ല. കഥ അതും ഈ രീതിയിലാണെന്ന് പറയാം. അപ്പം പിന്നെ അവിടെ ഒരു വലിയ ഭാഗമുണ്ട്. കേശിനി ഇവളുടെ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എവിടുന്ന് നളൻ ഇവളെ ഉപേക്ഷിച്ച് പോന്നത് മുതൽക്കുണ്ടായ സംഭവങ്ങൾ കേശിനി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സംഭവം അവിടെ കാട്ടുന്ന വസ്ത്രമൊക്കെ ആക്കി കൊണ്ടുപോകുന്നു. ഇവൾ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഒരു പാമ്പിൻ്റെ ഇതിൽ പെട്ടു എന്ന് പറയാൻ അതാദ്യം പറഞ്ഞു നിർത്തി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് വിശ്വാസമല്ലെങ്കിൽ ഞാൻ വേറൊരു കഥ പറയാം, വേറെ കാര്യം പറയാം, അടുത്തത് പറയാം. എന്നിട്ട് സാർത്ഥവാഹന്മാരുടെ കൂടെ പെട്ടത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് കേശിനി ഇങ്ങനെ വിവരിച്ചു കൊടുക്കുകയാണ്. അതും പ്രോസിലാണ്, പിന്നെ സ്ത്രീ കഥാപാത്രമല്ലേ, അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അവസാനം പിന്നെ കാട്ടിൽ ഉപേക്ഷിച്ചതിന് ശേഷമുള്ള കഥ വിവരിക്കുകയാണ് കേശിനി. നളൻ കാട്ടിൽ ഉപേക്ഷിച്ചതിന് ശേഷം ഉണ്ടായ കഥ മുഴുവന് ഇവിടെ വന്ന് പെട്ട അതുവരെയുള്ള കഥ വിവരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ബാഹുകൻ മോഹാത്സ്യപ്പെട്ട് വീഴും. ഇതൊക്കെ കേട്ടപ്പോൾ അപ്പോൾ ബാഹുകൻ മോഹാത്സ്യപ്പെട്ട് വീഴുന്നു. നമുക്കിതൊരു നാടകത്തിൻ്റെ ഇതിലേക്കൊക്കെ ഇത് എങ്ങനെയാണ് ചിന്തിക്കാമെന്ന് പറ്റില്ല, അത് പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിത് പറയാണ്. ബാഹുകൻ മോഹാത്സ്യപ്പെട്ട് വീഴുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ചിന്താ അഭിനീയ ഹാഹ എന്നൊക്കെ പറഞ്ഞ് ഇത് ദമയന്തി മോഹാത്സ്യപ്പെട്ട് വീഴുന്നു. കേശിനി രണ്ടാളെയും പരിചരിച്ച് അവരെ മോഹാത്സ്യത്തിൽ നിന്ന് ഉണർത്തുന്നു. എന്നിട്ട് കേശിനി ഇത് വിശ്വാസമായോ എന്ന് ചോദിച്ച് അവസാനം പിന്നീട് കേശിനിയുടെ വലിയ ഡയലോഗുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അവസാനം ബാഹുകൻ പിന്നെ ഇവിടെ ഒക്കെ ശരിയാണെങ്കിലും പിന്നെ ദമയന്തിയുടെ അതാണ് ഇതിലത്തെ നമ്മൾ ഇവിടെ പറയണില്ലേ എന്താ പിന്നെ ദമയന്തി രണ്ടാമതൊരു വിവാഹത്തിന് തയ്യാറായത്. അത് നളചരിതത്തിൽ വരുമ്പോൾ അത് വളരെ അതാണ്. നാരായണൻ പറഞ്ഞു അത് വേറെ ഘോഷമൊന്നുമില്ലാണ്ട് ഏതായാലും പിന്നെ ആരെങ്കിലും ഒരാളെ ഏൽപ്പിക്കുക എന്നുള്ള രീതിയിൽ തയ്യാറാക്കിയതാണോ ആ സംശയം ഉള്ളിൽ വരാവുന്ന ഒരു ഇതാണ്. പക്ഷേ ഇവിടെ വേറൊരു തരത്തിലാണ്. ഋതുപർണനെ ക്ഷണിച്ച് അതന്നെയാണ് പറയുന്നത്. ഋതുപർണനെ ക്ഷണിച്ച് വരുത്തി വിവാഹം കഴിക്കാനല്ലേന്ന് തന്നെയാണ് ചോദിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ടും ബാഹുകൻ പറയാണ് എനിക്ക് ഇവളുടെ ശീലത്തിൽ സംശയമുണ്ട്.
രാമായണത്തിൽ പറയുന്ന പോലെ കാട്ടിലിങ്ങനെ ഒരു ഇതുമില്ലാതെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞതല്ലേ. അപ്പോൾ ഇവളുടെ ശീലത്തിൽ അവർ ഋതുപർണനെ സ്വീകരിച്ചതിൻ്റെതും കൂടിയും ഇവിടെ യുക്തി പറയുന്നുണ്ട്. നളനെ വരുത്താനാണെന്ന് കേശിനി പറയുന്നുണ്ട്. അപ്പോൾ ഇവളുടെ ഇതിലെനിക്ക് വിശ്വാസമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോഴാണ് ആ ശരീരി കേൾക്കുന്നു. എന്നിട്ട് പിന്നെ ആ ശരീരി കൊണ്ട് വായുവിൻ്റെ അശരീരിയാണ്. ആ ശരീരി കേൾക്കുന്നു. പിന്നെ നളൻ അവളെ സ്വീകരിക്കുന്നു. ഇങ്ങനെയാണ്. ഇത് കഴിഞ്ഞ് 10ാമത്തെ അംഗത്തിൽ പിന്നെ പുഷ്കരനാണ് ഇവിടെ ആദ്യം. അതിൽ ഒരു ഭംഗിയുള്ള ഒരു ഭാഗമുള്ളത് നായകസ്യ പ്രാവേശികി ധ്രുവ എന്നും പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അതിൽ നായകൻ പ്രവേശിക്കുന്നതിൻ്റെ ഒരു ധ്രുവഗാനം. പിന്നെ പുഷ്കരൻ വരുന്നു. പുഷ്കരൻ വലിയ കൺഫ്യൂഷനിലാണ്. കാരണം പ്രജകളൊന്നും അയാൾക്ക് ഇതല്ല, ആരും അയാളോട് സഹകരിക്കുന്നില്ല. അപ്പോൾ ഈ രാജ്യമൊക്കെ നളന് തിരിച്ചു കൊടുക്കുകയാണ് ഭേദം എന്നുള്ളൊരു ചിന്തയിൽ പുഷ്കരൻ നിൽക്കുന്നു. ആ സമയത്താണ് പിന്നെ ഇവരെല്ലാവരും കൂടി അവിടെ എത്തുന്നു. നളൻ, ഋതുപർണൻ, പിന്നെ മറ്റേ പാർഷ്ണേയൻ, അതുപോലെ ഭീമൻ എല്ലാവരും കൂടി അവിടെ എത്തുന്നു. എന്നിട്ട് പിന്നെ രാജ്യം നളനെ സ്വീകരിക്കുന്നു. നളനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു. അതോടുകൂടിയാണ് നാടകം അവസാനിക്കുന്നത്. അപ്പോൾ ഇത് പരിചയപ്പെടുത്താൻ പറഞ്ഞതുകൊണ്ട് ഞാനിതിൻ്റെ കഥയൊക്കെ ഇപ്പോൾ ഇവർ എന്നോട് ഇതൊന്ന് വായിച്ചു നോക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് മുഴുവൻ വായിച്ചു നോക്കി. അത് വായിക്കാനും നല്ല വിഷമമുണ്ട്. കാരണം ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തതിൽ അക്ഷരമൊക്കെ അങ്ങനെ വളരെ ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്കിലും ഞാനത് മുഴുവൻ വായിച്ചു നോക്കി. അപ്പോൾ പരിചയപ്പെടുത്തുക മാത്രമല്ല, ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ കൂടി ഇവിടെ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു നാടകം എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് ഇതിനെ എങ്ങനെയാണ് കൊണ്ടുവരിക എന്ന് എനിക്കറിയില്ല. അത് വായിച്ചു നോക്കിയാലേ അറിയാം. പിന്നെ ഭദ്രയ്ക്കൊക്കെ അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. എനിക്ക് തോന്നുന്നത് ഇതിനൊരു പിന്നെ ചമ്പുവിൻ്റെ സ്വഭാവമാണെന്നാണ് എനിക്ക് തോന്നിയത്. ചമ്പുക്കല്ലാണല്ലോ ഒരു കഥാപാത്രം ഇങ്ങനെ നീണ്ട കുറേ ഡയലോഗ്, അനവധി ശ്ലോകങ്ങൾ, പിന്നെ അതുപോലെ പ്രോസും അതെ അനവധി. അപ്പോൾ എനിക്ക് അറിയില്ല, ഞാനിങ്ങനെ വിചാരിച്ചു ഈ പിന്നെ കുംഭകോണം എന്നുള്ള ദേശത്തെന്നൊക്കെ പറഞ്ഞു അവിടെയൊക്കെ എന്തെങ്കിലും പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി എഴുതിയതാണോ എന്നറിയില്ല. അത്രയും കൂടി നമുക്കിതിൻ്റെ കാലം എനിക്ക് ശരിക്കും മനസ്സിലായില്ല. അപ്പോൾ കഥാപ്രസംഗം പോലെ എനിക്ക് അങ്ങനെയൊക്കെ എഴുതിയതാണോ അറിയില്ല. പക്ഷേ ഈ വിശ്രമിഷ്കംഭം അതെന്തൊക്കെ അതിലുള്ളത് കൊണ്ട് ഇതിനെ ഒരു നാടകത്തിൻ്റെ സ്ട്രക്ചറിലേക്കൊന്നും കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അല്ലെങ്കിൽ ഒരു കഥാപാത്രം അരങ്ങത്ത് വന്ന് ഒരു 10-35 ശ്ലോകം ചെല്ലുക എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ഇപ്പം നമുക്ക് ഈവൻ പിന്നെ ഇയാൾക്കൊക്കെ അറിയാം ഉത്തരാമചരിതം തന്നെ ചെയ്യാനുള്ളൊരു പ്രശ്നം അതല്ലേ. ഉത്തരാമചരിതം ശ്ലോകങ്ങളൊക്കെ നല്ലതാണ്, വളരെ ടച്ചിങ് ആണ് പലതും. പക്ഷേ അതിനെ ഒരു നാടകത്തിൻ്റെ ഇതിൽ നമുക്ക് രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഞാനത് പഠിപ്പിച്ചേർന്ന കാലത്ത് കുട്ടികൾ പറയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ നാടകം, ഞാൻ വളരെ ആവേശമായിട്ട് പഠിപ്പിച്ചേർന്നതാണ്. അപ്പം ഞാൻ പഠിപ്പിച്ചേർന്ന ക്ലാസ്സിലെ കുട്ടികൾ ടീച്ചറെ നമുക്കിതൊന്ന് എഡിറ്റ് ചെയ്യാം എന്ന് പറയും അവർ. അപ്പോൾ അതുപോലെയാണ്. കാരണം എന്താ വെച്ചാൽ ഇതും അതെ, ഇത് അത്രയും പിന്നെ ഭംഗി പോരാ, അത്ര വൈകാരികമായിട്ടുള്ളൊരിതൊന്നും ഇതിൽ വരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇതിനൊരു നാടകത്തിൻ്റെ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വലിയ വിഷമാണ്. ഇപ്പോൾ ഇവർ ചെയ്യുന്ന ഭാഗം, തിരഞ്ഞെടുത്ത ഭാഗം മാത്രം കുറച്ച് ഇതാണ്. 2 കഥാപാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ് കലി ദ്വാപരനുമായിട്ടുള്ള 2 കഥാപാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഭാഗമൊക്കെ ഒരു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചമ്പുവിൻ്റെ സ്വഭാവത്തിലേക്ക്. കേശിനിയുടെ അതൊക്കെ കണ്ടാൽ നമുക്ക് ഭയങ്കര വിഷമാണത് വായിച്ചു പോവാൻ തന്നെ. നമ്മളുടെ ഉള്ളിലുള്ളൊരു കേശിനിയൊന്നും അല്ല അവിടെ. അനവധി നേരം ഇതിലൊരു പേജൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞെന്നാൽ ഞാൻ വേറൊരു കഥ പറയാം, ഞാൻ അടുത്ത കാര്യം പറയാം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞും കൊണ്ട് പോവുകയാണ്. അപ്പോൾ എന്താണ് ഈ നാടകത്തിൻ്റെ ഇതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതൊരു കാര്യം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 1-2 കൂടിയാട്ടക്കാരിരിക്കുമ്പോൾ പറയാനൊക്കെ എനിക്ക് നല്ല പേടിയുണ്ട്. എങ്കിൽ പോലും ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങളുടെ വളരെ ഇതായിട്ടുള്ള ഒരധ്യാപകനാണ് MP ശങ്കുണ്ണി നായർ. ശങ്കുണ്ണി നായർ മാഷ് ഒരു കാര്യത്ത് പറയാറുണ്ട്, ഇപ്പം നമുക്ക് കിട്ടണ നമ്മളിപ്പോൾ പിന്നെ
സ്വപ്നവാസവദത്തം എന്നൊക്കെ പറയുന്ന നാടകം ഉണ്ടല്ലോ, മാഷ് പറയാറുണ്ട്. അത് ഭാസൻ എഴുതിയിട്ടുള്ള മാഷിൻ്റെ തിയറിയാണ്. ഭാസൻ എഴുതിയിട്ടുള്ള സ്വപ്നവാസവത്വമൊന്നും അല്ല തന്നെയാണ് മാഷ് പറയുക. കാരണം പലയിടത്തും സ്വപ്നവാസവത്വത്തിൽ നിന്ന് കോട്ട് ചെയ്യുന്ന ശ്ലോകങ്ങൾ അതിലില്ല. 2-3 ശ്ലോകങ്ങൾ മാഷ് പറയും. അതിപ്പോൾ നമുക്കറിയാം, അഭിനവഗുപ്തൻ കോട്ട് ചെയ്യണ ശ്ലോകമൊന്നും അതിലില്ല. വാസവദത്തായാം സ്വപ്നവാസവദത്തത്തിലെന്ന് പറഞ്ഞിട്ട് കോട്ട് ചെയ്യണത്. അപ്പോൾ മാഷ് പറയണത് എന്താണെന്ന് വെച്ചാൽ, ഭാസൻ്റെ സ്വപ്നവാസവദത്തം വളരെ ഭംഗിയായിട്ട് നാടകമായിട്ട് അവതരിപ്പിക്കാൻ തക്കവണ്ണം എഡിറ്റ് ചെയ്തതാണ് ഇവിടുത്തെ കേരളത്തിലെ ചാക്യാന്മാരെന്നാണ് മാഷ് പറയുക. മാഷിൻ്റെ തിയറി അതാണ്. കാരണം നാടകത്തിൻ്റെ മർമ്മമറിയുന്ന അവർ അങ്ങനെ എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയതാണ് എന്ന് മാഷക്കൊരു തിയറി ഉണ്ട്. അതുപോലെ നമുക്കിപ്പോൾ കൂടിയാട്ടത്തിലുള്ള മറ്റ് നാടകങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അതിനൊക്കെ ഒരു പ്രത്യേകിച്ചും രാമായണം 3 രാമായണ നാടകങ്ങളെന്നൊക്കെ അതിനൊക്കെ എവിടെയൊക്കെയോ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഒരു നാടകീയതയുള്ള രംഗങ്ങൾ ധാരാളമുണ്ട്. അല്ലാത്തതിന് നിങ്ങൾ വേറെ രീതിയിലല്ല അവതരിപ്പിക്കുക. നാടകത്തിലെ എന്തൊക്കെ നിങ്ങൾ ചെയ്താലും, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നിങ്ങളിപ്പോൾ നിർവഹണം ചെയ്താലും അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താലും നാടകത്തിലെ ടെക്സ്റ്റ് മുഴുവൻ അവതരിപ്പിക്കില്ലേ? എപ്പോഴെങ്കിലും ആയിട്ട് ടെക്സ്റ്റ് മുഴുവൻ അവതരിപ്പിക്കണ്ടേ? പക്ഷെ ഇതങ്ങനെ ടെക്സ്റ്റ് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. എങ്ങനെയാണ് നിങ്ങൾ നോക്കൂ, എങ്ങനെയാണ് ഈ ടെക്സ്റ്റ് അവതരിപ്പിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നിർവഹണം ചെയ്തു അല്ലെങ്കിൽ ഒരു ശ്ലോകം ചെല്ലുമ്പോൾ അതിൻ്റെ ഇതാടി ഇതൊക്കെ കഴിഞ്ഞാലും ബാക്കി ടെക്സ്റ്റ് അവതരിപ്പിക്കും. അങ്ങനെ ടെക്സ്റ്റ് അവതരിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനൊരു ചമ്പു സ്വഭാവമാണെന്ന് പറഞ്ഞത്. അതൊന്ന്. പിന്നെ തെരഞ്ഞെടുത്ത ഭാഗം, കാരണം നളൻ്റെ കഥ കൂടിയാട്ട അരങ്ങിലില്ലാത്തതായതുകൊണ്ട് ഏതെങ്കിലും ഭാഗം തിരഞ്ഞെടുത്ത്, ഇപ്പം നിങ്ങൾ ഉത്തരാമചരിതത്തിൽ നിന്നൊരു ഭാഗം തിരഞ്ഞെടുത്തിട്ട് നങ്ങ്യാർകൂത്തൊക്കെ ചെയ്തില്ലേ, അതുപോലെ വല്ല തഥപ്രവിശരി എന്നുള്ളൊരു ഭാഗമോ അല്ലെങ്കിൽ ഒരു വിഷ്കംഭത്തിൻ്റെ ഭാഗമോ ഒക്കെ എടുത്ത് പൂർവ്വ കഥയൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് നളൻ്റെ കഥ ഒരു പുതുമതിനെ അവതരിപ്പിക്കാം എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ഈ നാടകത്തിനെ ഉപജീവിച്ചുകൊണ്ട്, നാടകത്തിനെ വെച്ചുകൊണ്ട്, ഇപ്പോൾ രാമായണ നാടകങ്ങളൊക്കെ ചെയ്യുന്ന പോലെ നാടകത്തിനെ വെച്ചുകൊണ്ട് ഇത് അരങ്ങത്ത് അവതരിപ്പിക്കുക എന്നുള്ളത് പറ്റില്ല എന്നൊരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നളചരിതം കണ്ട് ശീലിച്ച ഒരു സദസ്സിൻ്റെ മുന്നിൽ അത് വിജയിക്കുക എന്നുള്ളതും വലിയ വിഷമാണ്. ഏത് നളകഥയായാലും എങ്ങനെ ചെയ്താലും അതിൽ വളരെ ഇത് വേണം. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ചെയ്യണ ആ ഭാഗം വേണമെങ്കിൽ കലിയും ദ്വാപരനും അത് ചെറിയൊരു ഭാഗമാണ്. അതുപോലെ ഏതെങ്കിലും ചില ഭാഗമൊക്കെ എടുത്തിട്ട് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അപ്പം ഞാൻ അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ തന്നെ പലപ്പോഴും ഇപ്പം ഇവിടെ നമുക്ക് ഞാനിങ്ങനെ മുഴുവൻ വായിച്ചു നോക്കിയിട്ടില്ല, ചില നളചമ്പൂല ചില ശ്ലോകങ്ങളുണ്ട്. അതൊക്കെ ഇതിനേക്കാളും മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങൾ ആടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഉത്തരനൈഷധീയ ചരിതത്തിലെ ചില ശ്ലോകങ്ങളുണ്ട്. ആദ്യ ഭാഗത്താണ് നമുക്ക് നൈഷധത്തിലെ ശ്ലോകം എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നൈഷധത്തിലെ ശ്ലോകമൊക്കെ എത്ര കണ്ട് അരങ്ങത്തിതാക്കാൻ പറ്റുന്നൊക്കെ ഉള്ളത് ഇതാണ്. അതിൻ്റെ ഒരു കാവ്യാത്മകതയല്ലേ. ഇങ്ങനെയൊക്കെ അത് വരാൻ പറ്റുമോ എനിക്കറിയില്ല. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സംസ്കൃതത്തിലൊരു നളചരിതമുണ്ട്. സംസ്കൃതത്തിൽ തൃപ്പൂണിത്തുറ ഇവിടെ ഉണ്ട്, അത് നളചരിതം. അത് 5 അംഗങ്ങളുണ്ട്. 5 അംഗങ്ങളായിട്ട് ഒരു നളചരിതം സംസ്കൃതത്തിൽ തൃപ്പൂണിത്തുറ അദ്ദേഹം 50ഓളം ആട്ടക്കഥകൾ എഴുതിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് സംസ്കൃതത്തിലുള്ളത്. അപ്പോൾ അതിന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും ശ്ലോകങ്ങളൊക്കെ എടുത്ത് ഇവിടെ ഏതെങ്കിലും സന്ദർഭത്തിൽ, അത് ആട്ടക്കഥ തന്നെയാണ്, അപ്പോൾ ഏതെങ്കിലും സന്ദർഭത്തിൽ അത് യോജിപ്പിച്ചിട്ടൊക്കെ ആടാൻ ഒക്കെ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നാരായണൻ്റെ
ഇതും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരു പുതിയതായാലും നമ്മൾ ഒരു ഇന്നിപ്പോൾ രാവിലെ അത് ഞാൻ കേട്ടില്ല, മധുവിൻ്റെ ഇതായിരുന്നു, പുതിയ അവതരണങ്ങളുടെ ചലഞ്ചായിരുന്നു മധുവിൻ്റെ ഇതല്ലേ. പുതിയ അവതരണങ്ങളെന്ന് പറയുമ്പോൾ അത് വലിയൊരു ചലഞ്ച് തന്നെയാണ്. പ്രത്യേകിച്ചും ഏതും അതെ, നാടകമായാലും അതെ. പിന്നെ ഇത്തരത്തിൽ എന്തൊക്കെയാണ്, കാരണം കൂടിയാട്ടത്തിൻ്റെ സങ്കേതങ്ങളുണ്ട് കുറേ, എങ്ങനെയൊക്കെയാണ് അവതരിപ്പിക്കുക, അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ എവിടെ നിന്നൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അവതരിപ്പിക്കേണ്ടത് എന്നുള്ളത്. നാടകാവതരണം അല്ലല്ലോ ഒരിക്കലും. അപ്പോൾ ആ നാടകത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്തൊക്കെ കൂട്ടിച്ചേർക്കണം എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ഒരു കാലത്ത് ആളുകൾ ഇത് ചെയ്തേർന്നത് ആലോചിച്ചാൽ നമുക്ക് അത്ഭുതമല്ലേ. ഞാൻ എപ്പോഴും പിന്നെ സുഗ്രീവൻ്റെ നിർവഹണം കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എങ്ങനെയാണ് ഇങ്ങനൊരു ആശയം ഇത്രതായിട്ട് വികസിപ്പിച്ചെടുത്തത് എന്ന്. നമ്മളുടെ നാട്ടിലുള്ളൊരു വിശ്വാസമൊക്കെയാണ് ഈ ഇലട്ട് നോക്കലും ഇതൊക്കെ. അതിനെ അങ്ങോട്ട് വലിയൊരു ആ സുഗ്രീവൻ്റെ പിന്നെ ഋഷ്യമുഖ ഇതിൽ താമസിക്കുന്ന സുഗ്രീവൻ്റെ അവസ്ഥ മുഴുവൻ പിന്നെ അങ്ങോട്ട് ഓരോ ഋതുക്കളും അയാൾ അനുഭവിച്ചു. കൊട്ടാരത്തിൽ താമസിക്കേണ്ട ആളാണ്, അയാൾ അനുഭവിച്ചു പോകേണ്ട ഒരു കാര്യത്തിന് ഇത്ര ഗംഭീരമായിട്ടൊരു ഇതായിക്കൂടെ അങ്ങോട്ട് വെച്ചിട്ട് എങ്ങനെയാണ് അത് അവതരിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതേപോലെയൊക്കെയുള്ള പ്രതിഭകളാണ് ഈ കൂടിയാട്ടം നാടകത്തിനെ കൂടിയാട്ടമായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതത്ര എളുപ്പത്തിലുള്ളതൊന്നുമല്ല. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും, ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടൊന്നും തോന്നിയതൊന്നും ആവില്ലാതെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അനവധി കാലത്തെ ഇത് വെച്ചിട്ടാവും. പിന്നെ ക്യാരക്ടേഴ്സും അല്ലേ, രാമായണത്തിലെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും രാമായണത്തിൽ തന്നെ വളരെ ഇതായിട്ടുള്ള ആളുകളല്ലേ, ബാലി ആയാലും വേണ്ടില്ല അവരൊക്കെ. അപ്പോൾ ഈ ക്യാരക്ടറിനൊക്കെ നമുക്ക് അവതരിപ്പിക്കുക. അപ്പോൾ ഇതിലെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ക്യാരക്ടറിനെ അവതരിപ്പിക്കുമ്പോൾ ഈ ബാഹുകൻ്റെ ഇത് പറഞ്ഞത് അതാണ്, ഒരു ഉള്ളിലൊരു ബാഹുകനും പുറത്തൊരു ബാഹുകനും എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ സംഘർഷം ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാവും. ഇങ്ങനെയൊക്കെ ക്യാരക്ടറിനെ നമ്മൾ റീഡിസൈൻ ചെയ്താൽ മാത്രമേ ഇതൊക്കെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ അവതരണത്തിൻ്റെ കാര്യത്തിൽ കൂടിയാട്ടമൊന്നുമല്ല, നാടകമായാലും ഞങ്ങൾ പട്ടാമ്പി കോളേജിലുണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾക്കറിയാം, അവിടെ നിന്ന് നല്ലൊരു ക്യാമ്പസ് തിയേറ്റർ ഉണ്ടായിരുന്നു. ആ ക്യാമ്പസ് തിയേറ്ററിൽ അവിടെ പിന്നെ ഭഗവതജുഗം ചെയ്തു, പിന്നെ അതുപോലെ കർണഭാരം ചെയ്തു. ഈ കർണഭാരമൊക്കെ അവിടെ റിഹേഴ്സൽ നടത്തി ചെയ്യുമ്പോൾ അത് ഗംഗാധരനാണ്, പി ഗംഗാധരൻ ഞങ്ങളോടൊക്കെ പറയും, ആരും പോവരുത് കേട്ടോ, ആരും പോവരുത്, നിങ്ങളൊക്കെ അവിടെ നിൽക്കണം. എന്തിനാ നിൽക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ നിന്നിട്ട് കണ്ടിട്ട് നമ്മളുടെ അഭിപ്രായം എന്താ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഇപ്പം ഞാനൊന്നും നാടകത്തിൻ്റെ ഫീൽഡിലേക്കൊന്നും ഞാനൊന്നും കയറിയിട്ടില്ല, പക്ഷെ കാണി എന്നുള്ള നിലയ്ക്കൊരു ഇതുണ്ടാവില്ലേ. അപ്പോൾ അവർ ഓരോ കാര്യം ചെയ്യണതും എങ്ങനെയാണ് ചെയ്യണത് ഇങ്ങനെ, അതിപ്പോൾ എല്ലാവരും അതെ, നാടകത്തിൻ്റെ ആളുകൾ മാത്രമൊന്നുമല്ല, കൂടിയാട്ടത്തിൻ്റെ ആളുകളും. ഇപ്പോൾ ശാകുന്തളമൊക്കെ ചെയ്യുമ്പോൾ ഇവരെയൊക്കെ ക്ഷണിക്കാറുണ്ടായിരുന്നു, പിന്നെ വേണുജി കാണാൻ വരൂ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ ഒരു പുതിയൊരു ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ നമുക്ക് ഇതന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നളനെ രംഗത്ത് അവതരിപ്പിക്കണം, അല്ലെങ്കിൽ ഈ കഥ രംഗത്ത് അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് ചില അംശങ്ങളൊക്കെ നമുക്ക് എടുക്കാം, എന്നിട്ട് എന്താണ് അതിൽ കൂട്ടിച്ചേർക്കേണ്ടത്. അല്ലാതെ പക്ഷേ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രശ്നം ബാക്കി നിൽക്കുന്നു. കൂടിയാട്ടത്തിൻ്റെ ചിട്ടപ്രകാരം നാടകം മുഴുവൻ രംഗത്ത് അവതരിപ്പിക്കണം എന്നുള്ളൊരിത് വന്നാൽ ഇതെന്താ ചെയ്യുക എന്നുള്ളത് വലിയ ഇതാണ്. ഇതിനൊരു ചമ്പു സ്വഭാവമായതുകൊണ്ട് അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇന്തൊക്കെ ചെയ്യണ പോലെ ചില ഭാഗങ്ങളായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഭംഗിയായിട്ട് ചെയ്യാം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ടെക്സ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് തയ്യാറാക്കാം വേണമെങ്കിൽ എന്നേ ഉള്ളൂ കേട്ടോ. അതാണ് ഞാൻ ശങ്കുണ്ണിയാർ മാഷ് ഇവിടെ കോട്ട് ചെയ്ത് പറഞ്ഞത്. ചെറിയ കുറേ ഭാഗമൊക്കെ എഡിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം എന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇപ്പം എനിക്കിവിടെ വന്നതിൽ ഇത് ഞാൻ വായിച്ചു, കുറേ അതിനെക്കുറിച്ച് ചിന്തിച്ചു, അങ്ങനെ എൻ്റെ ഒരു ഇതുണ്ടാക്കി എന്നുള്ളൊരു സന്തോഷം.
അതിലധികം സന്തോഷം നാരായണൻ്റെ ഇന്നത്തെ പ്രസൻറ്റേഷൻ കേട്ടു എന്നുള്ളതാണ്. അത് ഇന്ന് ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക്, കൂടിയാട്ടം ചെയ്യുന്ന ആളുകൾക്കായാലും പിന്നെ നാടകം ചെയ്യുന്ന ആളുകൾക്കായാലും കഥകളിയുടെ ഫീൽഡിൽ എല്ലാവർക്കും ഒരുപോലെ ആവശ്യമുള്ള ഒന്നായിരുന്നു. അത് കേൾക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ട്. അത് മാത്രമല്ല നാരായണനോട് ഒരു കാര്യം കൂടി പറയുന്നു. ഇത് തന്ന ഉടനെ ഞാനതൊന്നും മറച്ചു നോക്കി. ഇനി ഞാൻ ആദ്യം പോയിട്ട് ഒന്നും കൂടി വായിക്കാം. നാരായണൻ തന്നിട്ട് ഇത് വായിക്കണം കേട്ടോ പറഞ്ഞപ്പോൾ ഞാനൊന്ന് മറച്ചു നോക്കി എന്നുള്ളത് ശരിയാണ്. അപ്പം ഞാൻ പോയിട്ട് ആദ്യം ഒന്നും കൂടിയും വായിക്കാം. ഏതായാലും ഇത് കേൾക്കാനൊരു അവസരം കിട്ടിയതിൽ എനിക്ക് പ്രത്യേകം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ടീച്ചറെ 1-2 സംശയം ചോദിച്ചിട്ട് കേട്ടോ, ഈ നാടകമായിട്ട് ബന്ധപ്പെട്ടല്ല, അതുകൊണ്ട് മറ്റേ ഇതല്ല. അപ്പം ഈ കലിവിധൂനൻ എന്നല്ലേ നാടകത്തിൻ്റെ പേര് പറഞ്ഞേക്കണത്? അതെ. അപ്പോൾ ടീച്ചർ ഈ കഥാസാരം പറഞ്ഞതിൽ എവിടെയും വിധൂനം അല്ല, കലിവിധൂനനം എന്നുള്ളത് അത് നമ്മൾ സാധാരണ ഇതിൽ പറയുന്ന പോലെ തന്നെ അത് പറഞ്ഞതിൻ്റെ കൂടെ അതെ ആ കഥയുണ്ട്. അതിൻ്റെയാണ് കഥ പറഞ്ഞത്. അത് പക്ഷെ അതൊരു മറ്റേത്തെ പോലെ ഒരു ഇതായിട്ടൊന്നും നമ്മളതിൽ വരുന്നില്ല. അങ്ങനെയുള്ള ഹൈലൈറ്റ് ചെയ്യണില്ല. അതുണ്ട് ആ അംഗത്തിന്. പക്ഷെ അങ്ങനെ പേര് കൊടുത്തിട്ടുണ്ടോ ഒരു ഉണ്ട്, ഒരംഗത്തിന് അങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട്. അതെ, 8ാമത്തെ അതിലൂടെ കൊടുത്തിരിക്കുന്നത് കലിവിധൂനനാമ നാടകേ തന്നാമക അഷ്ടമോ അംഗ. ആ പേരിലുള്ള 8ാമത്തെ. അല്ല, അത് അംഗത്തിലാണോ വരുന്നത്? 8 അംഗത്തിൽ തന്നെ കലി പ്രവേശിക്കുന്നുണ്ട്. അംഗത്തിൽ തന്നെ കലി പ്രവേശിക്കുന്നുണ്ടോ അതോ വിഷ്കമ്പത്തിലേ ഉള്ളോ? അംഗത്തിലുണ്ട്. ഇല്ലല്ലേ? സഭയം സഭയകമ്പം അഭിമുഖീകൃത്യ ദേവ ശരണം ശരണം തന്നെയാണ്. അപ്പോൾ ഒരു സംശയമുണ്ട് ഇതിലെ, എനിക്ക് ഇതിനെക്കുറിച്ച് അത്ര ധാരണ ചോദിക്കുകയാണ്. ഈ സ്വതേ മറ്റ് നാടകങ്ങൾ, നമുക്ക് പരിചയമുള്ള നാടകങ്ങളിലൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ഇനി വേറെ ഉണ്ടാവുമായിരിക്കും. ഞാൻ ഈ കൂടിയാട്ടമായിട്ട് ബന്ധപ്പെട്ട നാടകങ്ങളിൽ നോക്കണുള്ളൂ. അപ്പോൾ വിഷ്കംഭത്തിൽ സ്വതേ നാടകത്തിലെ കഥാപാത്രങ്ങൾ പ്രവേശിക്കാറുണ്ടോ എന്നുള്ളൊരു സംശയം. ചൂടാമണിയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് വൃദ്ധർഷിയും അല്ലെങ്കിൽ ഋഷികുമാരൻ അങ്ങനെ, അല്ലെങ്കിൽ വിദ്യാധരൻ ഗുണം അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങളാണല്ലോ വിഷ്കംഭത്തിൽ വരിക. അല്ല, പിന്നെ വിഷ്കംഭത്തിൽ സാധാരണ മുഖ്യ കഥാപാത്രം വരാറില്ല. അതാ ചോദിച്ചേ. അപ്പോൾ അതൊരു അപവാദമായിട്ട് അങ്ങനെ അതാ ഞാൻ പറഞ്ഞേ. എന്തൊക്കെയോ ഒരുപാട് അല്ല, മധു ചോദിച്ചത് ശരിയാണ്. ശുദ്ധ വിഷ്കംഭത്തിലും ഇല്ല, മുഖ്യ കഥാപാത്രം വരില്ല. മുഖ്യ കഥാപാത്രം ഒരിക്കലും വരില്ല. മറ്റേലൊക്കെ നീച കഥാപാത്രങ്ങൾ വരും, ശുദ്ധ ഇല്ല, വരില്ല. കലി വരുന്നുണ്ട്. ഞാൻ കഥ സംഗ്രഹിച്ച പറഞ്ഞതിന്റെ ഞാൻ സംശയിച്ചു. വിഷ്കംഭത്തിൽ വന്നപ്പോൾ എനിക്കൊരു സംശയമായി. ഒന്ന്, പിന്നെ ഈ അംഗത്തിന് പേര് കൊടുക്കല് മറ്റു നാടകങ്ങളിലും ഉണ്ടോ? അംഗത്തിന് പേര് കൊടുക്കുക നമ്മളിവിടെ സാധാരണ പറയാറ്. അംഗത്തിന് പേര് കൊടുക്കുന്നതൊക്കെ കൂടിയാട്ടത്തിന് അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഉത്തരാമേരത്തിനുണ്ട്, അതെനിക്ക് തോന്നുന്ന രംഗത്ത് ചെയ്യുമ്പോ അങ്ങനെ പേര് കൊടുത്തിറങ്ങിണ്ടാവും. ഉത്തരാമേരത്തിനുണ്ട്. പിന്നെ അപ്പൊ ഇതൊക്കെ നമുക്ക് ഏത് കാലത്താണ് കവി എഴുതിയ കാലത്ത് വന്നിട്ടുണ്ടോ അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതിപ്പോ എനിക്ക് വായിച്ചതിൽ എനിക്ക് ആദ്യം സംശയം തോന്നിയത് ഇതൊരു ചമ്പ് പോലെയൊക്കെ അവതരിപ്പിക്കാൻ എഴുതിയതാണോ എന്നാണ് ഇതിൻ്റെ ഇത് നമുക്കൊരു സംശയം തോന്നുക. ഒരു കഥാപാത്രം വന്ന് വേഷം കെട്ടിയിട്ടൊക്കെ ചമ്പ് പോലെയല്ല. അങ്ങനെയൊക്കെ കുറെ കലാരൂപങ്ങളുണ്ട്. ഭഗോണം ആ പ്രദേശത്ത് ഒരു ക്ഷേത്രത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടെന്നൊക്കെയാണ് പറഞ്ഞെടുക്കുന്നത്. അറിയില്ല, ഞാനങ്ങനെ ഊഹിച്ചതാണ്. അല്ലെങ്കിൽ ഒരു നാടകത്തിൽ ഇത്ര ഉണ്ടായിട്ടൊക്കെ ഇങ്ങനെ ഒരു 6 പേജൊക്കെ ഒരു കഥാപാത്രം ഇങ്ങനെ, അത് ഇതിലിപ്പോൾ ഞാൻ ഫോട്ടോസ്റ്റാറ്റ് അങ്ങനെ ഒരു കഥാപാത്രം ഇങ്ങനെ വരുന്ന തരത്തിലൊരു നാടകം അനർഘരാഘവും ഒക്കെ കുറെ വലിയതാണ്. അതന്നെ ഇപ്പൊ ഞങ്ങളൊക്കെ പറയാ അക്ഷരശ്ലോകം ചെല്ലാന്നാണ് പറയാ. ഓരോ കഥാപാത്രം വന്നിട്ട് അക്ഷരശ്ലോകം ചെല്ലാനൊരു നാടകത്തിന്റെ ഒന്നുമില്ല. പക്ഷെ ഉത്തരാമേരിക്കൻ തേജാണ്. ഉത്തരാമേരിക്കത്തിന് ശ്ലോകത്തിന് കുറച്ചും കൂടി ഭംഗിയുണ്ട്. ശ്ലോകങ്ങൾ കുറച്ചും കൂടി ടച്ചിങ് ആയിട്ടൊക്കെ വരും. ഇത്ര വേണ്ടാന്ന് മാത്രമേ ഉള്ളൂ. അത് എഡിറ്റ് ചെയ്താ അനർഘരാഘവ അത് പറ്റില്ല. ഈ സംസ്കൃത നാടകങ്ങൾക്ക് ഒരു സ്റ്റേജിൽ വന്നിട്ടുള്ള വലിയൊരു അപജയമാണ് അത്. ഒരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മറ്റേ സാർവഭാഗന്മാരെ കാണുന്നവരൊക്കെ
ഏതോ ആദ്യത്തെ അംഗങ്ങളിൽ കഴിയുണ്ടല്ലോ, മൂന്നാമത്തെ നാലാമത്തെ അംഗത്തിലൊക്കെ ആയിട്ട് ഈ ദമയന്തി സാധ്വാഹന്മാരുടെ അടുത്ത് വരുന്നതും ഒക്കെ അവിടെ ആ രംഗത്ത് കഴിയുന്നുണ്ടല്ലോ, ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടേ. അത് കഴിഞ്ഞ് പിന്നെ കേസിന് വീണ്ടും ഇതൊക്കെ ആവർത്തിക്കുന്നു എന്ന് പറയും. അതെ, അല്ലാത്ത സംശയമല്ല. പൊതുവെ ഇപ്പൊ നമ്മുടെ ചൂടാമണിയിലൊക്കെ അങ്ങനെ വരുന്ന രംഗമാണെങ്കിൽ ഇപ്പൊ വിവാഹമോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ആലോചന കിട്ടും. പ്രേക്ഷകർ നേരത്തെ കണ്ടു കഴിഞ്ഞതാണല്ലോ, പിന്നീട് അത് വീണ്ടും കാണേണ്ടി വരും. അതിന്റെ സ്ട്രക്ചറിനോടൊന്നും ഇത് സാധ്യപ്പെടുത്താൻ പറ്റില്ല. ഇത് അങ്ങക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ അടുത്ത കാര്യം പറയാം എന്നും പറഞ്ഞ് ഇങ്ങനെ കഥ പറയാനേ അത് കേശിനി തന്നെയാണ്. പിന്നെ അതിന്റെ വേറെ ഇടയിൽ വേറെ കഥാപാത്രത്തിന്റെ സംതില്ല അതിന്. അതാണത് ഒരു വല്ലാത്ത. പിന്നെ ഈ പറഞ്ഞില്ലേ നമുക്ക് ഞാനിത് കഥ ഇവിടെ ഇതൊന്ന് പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് എനിക്കത് കുറച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര പോലെ ആദ്യം പിന്നെ നടൻ ബോധം കേട്ടു, ബോധം കേട്ടു, കേശിനി രണ്ടാളെ ഉണർത്തുന്നു. ഇങ്ങനെയൊക്കെ ഒരു നാടകകഥ നാടോപാഖ്യാനം വേറെ ഒന്നുമില്ലാന്നല്ലോ, ചുരുക്കി പറയണമെന്നേ ഉള്ളൂ. നാടോപാഖ്യാനത്തിന്റെ സ്ട്രക്ചർ വളരെ ഇതാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വികസിപ്പിക്കാം. കഥ എങ്ങനെ അതായിട്ട് പറയണമെന്നേ ഉള്ളൂ. അപ്പൊ അതേപോലെ ഒരു ഇതാണ്. അപ്പൊ ഇങ്ങനത്തൊക്കെ നമ്മള് ചെന്ന് കൈവയ്ക്കുമ്പോൾ നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഈവൻ ഞാൻ ഉത്തരാമചരിതം ചെയ്യുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കാറുണ്ട്, ഉത്തരാമചരിതത്തിന് തന്നെ ഒരു ഭവഭൂതിക്ക് നാടകത്തിനെ കുറിച്ച് വളരെ ഗംഭീരമായിട്ടുള്ള സങ്കല്പം ഉണ്ടാക്കുന്നതാണ്. നാടകക്കാരുടെ കൂടെ പറഞ്ഞിട്ട് രാജകൃഷ്ണനായിട്ടുള്ള ആളാണ് ഭവഭൂതി. പക്ഷേ എന്നിട്ട് പോലും ഉത്തരാമചരിതത്തിന് നമുക്ക് ഒരു നാടകമായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമല്ലേ. അതുകൊണ്ടാണ് പിന്നെ അതിലെ പക്ഷേ ചില ഭാഗമൊക്കെ വളരെ നമുക്കറിയാം. ആ ശ്ലോകങ്ങളൊക്കെ അങ്ങോട്ട് വരുമ്പോഴേ ഭയങ്കര അതാണ്. കൂടിയാട്ടത്തിൽ അവതരിപ്പിക്കുന്നതിനേക്കാളും നാടകത്തിൽ പക്ഷെ അതിമനോഹരമായിട്ട് നാടകമായിട്ട് ഉത്തരാമചരിതം അവതരിപ്പിച്ചത് ഞങ്ങൾ കണ്ടു കേട്ടോ ഡൽഹിയില്. വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. അത് ഇത്ര ഭംഗിയായിട്ട് നാടകം എഡിറ്റ് ചെയ്തിട്ടാണ് ഇത്രയായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. ഇതങ്ങനെ എഡിറ്റ് ചെയ്താലും ഇതിൻ്റെ എനിക്ക് വരുന്ന എനിക്ക് തോന്നുന്നില്ല. അത്രയേ ഉള്ളൂ. കൈകാര്യം ചെയ്യാൻ പിന്നെ നടനെ അവതരിപ്പിക്കണം, പുഷ്കരനെ അവതരിപ്പിക്കണം എന്നൊക്കെ താല്പര്യമുള്ള ഒരാൾക്ക് ഏതെങ്കിലും ഒരു ഭാഗം അതിൻ്റെ ഇങ്ങനെ അവതരിപ്പിക്കാമെന്ന് മാത്രം. പിന്നെ എൻ്റെ അഭിപ്രായം നാടകക്കാരെ കാണുകയും വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ളത് എനിക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞു മാത്രം. ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഈ വലിയ നാടകം ടീച്ചർ ആ കഥാസാരം പറഞ്ഞു പോയല്ലോ. അത് കേൾക്കുമ്പോൾ തന്നെ ഏതായാലും ഇത് കൂടിയാട്ടായിട്ട് അവതരിപ്പിക്കാൻ പറ്റാത്തതാണെന്ന് അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നി. ടീച്ചർ അഭിപ്രായം പറയുന്നതിന് മുമ്പ് തന്നെ. പോരാത്തേന് നാരായണൻ തന്നെ പ്രസംഗിച്ച് ഇന്നൊക്കെ കേട്ടപ്പോൾ തന്നെ തോന്നി കൂടിയാട്ടത്തിന് യോജിച്ചതല്ല നാടകത്തിലെ വിഷയങ്ങൾ. ഞാൻ വിഷയമായിട്ട് 2 ദിവസം മുമ്പ് സംസാരിച്ചു. കുട്ടിയുടെ ഒരു ഇതുണ്ട്. ഇപ്പോൾ കുട്ടിയുടെ എന്തോ ഒരു നിർവഹണം പോലെ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്താലും കഥകളിയിൽ അഭിനയിക്കുന്ന ഭാഗങ്ങളാണ് വരിക. അപ്പോൾ കഥകളിയിൽ അഭിനയിക്കുന്ന ഭാഗം ഈ കൂടിയാട്ട വേഷത്തിൽ ചെയ്യുമ്പോൾ എത്രത്തോളം അത് പൂർണ്ണമാക്കാൻ പറ്റും എന്നുള്ളത് നിശ്ചയില്ല. എന്നാലും ഞാൻ എന്തോ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്നോട്. അതെനിക്ക് തോന്നിയിട്ടുള്ളതാണ്. രമേശൻ എന്നോട് 2-3 മാസം മുമ്പ് ഇതിനെ അധികരിച്ചുകൊണ്ട് ഒരു കൂട്ട് വരണം എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ ഞാൻ നോക്കട്ടെ, ആവാമൊരു മനോഹരനൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ അത് അറിയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഭാഗം അറിയാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേണുഗോപാൽ മാഷയുടെ നാടകത്തിൻ്റെ ആട്ടയുടെ കഥ പൂർണ്ണമായിട്ട് ഇവിടെ 4 ദിവസം 4-5 ദിവസം ഉണ്ടായിട്ടുണ്ട്. പ്രഭാഷണം ഉണ്ടായി. അത് മുഴുവൻ ഞാൻ കേട്ടു. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം സെലക്ട് ചെയ്യാതിട്ടാണ് നോക്കിയത്. പക്ഷേ മുഴുവൻ കേട്ടപ്പോൾ ഒന്ന് സെലക്ട് ചെയ്യാനുള്ള എൻ്റെ മനസ്സിൽ വന്നില്ല. പിന്നെ ഭാഗം ആവാം കൂത്തു പറയാന്നുള്ളത് തോന്നണ്ട, അതില്ല. പിന്നെ നാരായണനോട് ഞാൻ പറഞ്ഞു 2 സ്റ്റോക്ക് ഒന്ന് സെലക്ട് ചെയ്തത് ഏതെങ്കിലും ഒന്ന്. അല്ലാണ്ട് മുഴുവൻ വായിച്ചുണ്ടാക്കാൻ എന്നെ കൊണ്ടാവില്ല. ഏതെങ്കിലും ഒന്നിരുന്ന് ഇനി അതല്ലെങ്കിൽ 2 സ്റ്റോക്ക് നാരായണൻ എഴുതി തരും എന്നാൽ ഞാൻ പറയാം എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. പക്ഷെ ഒന്നും നടന്നില്ല. ഇനി കിട്ടിയാലും വളരെ പ്രയാസമാണ്. കാരണം ഒരു പ്രബന്ധം കേൾക്കുമ്പോൾ തോന്നുന്ന എളുപ്പമാണ് പറയണതെന്ന്. അത് അതിൻ്റെ ഒരു ചിത്രത്തിൽ പറയണമെങ്കിൽ സാമാന്യം പ്രയാസ, പ്രത്യേകിച്ച് എന്നെപ്പോലുള്ളൂ.
എനിക്കെന്താ വെച്ചാൽ ആ അടുക്കും ചിട്ടയിൽ എന്നെ പറയാൻ പറ്റുള്ളൂ എന്ന് ഉറപ്പാണ്. അല്ലാത്തവർക്ക് കണ്ടുമ്പോൾ എന്തെങ്കിലും പറയുന്നവർക്ക് പറയാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട്. അവസാനം ഞാൻ കുറേ പലതും നോക്കിയിട്ടും പറ്റാതെ കൊണ്ട് വന്നു. രമേശനോട് പറഞ്ഞത് രമേശൻ ഞാൻ എന്നെ ഒഴിവാക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഞാൻ അതിന് ഒഴിവാക്കേണ്ടായത്. അപ്പോൾ ഏതായാലും ഈ ടീച്ചറുടെ ഏതായാലും ആ നാടകം വായിച്ചില്ലെങ്കിലും വായിച്ച അനുഭവം ഉണ്ടായിപ്പോൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഈ ഒരു അവസരത്തിൽ ഇത് കേൾക്കാൻ സാധിച്ചതിൽ തന്നെ വളരെ സന്തോഷം. എന്തായാലും ക്ഷണം സ്വീകരിച്ചെത്തി പുതിയൊരു കാവ്യത്തെ പരിചയപ്പെടുത്തുക, നാടകത്തെ പരിചയപ്പെടുത്തുക, നാടകത്തിൻ്റെ ഉള്ളിലെ കലാകാരൻ ഇഷ്ടമുള്ള ഭാഗങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുകയോ അതിൻ്റെ പൂർവ്വകഥ പറഞ്ഞ് അതിൽ പുതിയ ആട്ടവഴികളോ അല്ലെങ്കിൽ ആട്ടപ്രകാരമോ കണ്ടെത്തി അതിനുള്ള സാധ്യതകളോ സാധിക്കുമോ എന്നുള്ള ഒരു ശ്രമമേ ഈ ഉള്ള നാടകത്തിൽ ലഭ്യമായിട്ടുള്ളൂ എന്നുള്ള ഒരു കണ്ടെത്തൽ ടീച്ചറുടെ വായനയിൽ നിന്ന് നമുക്ക് ഈ പ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. എന്തായാലും ക്ഷണം സ്വീകരിച്ച ടീച്ചറോട് ഇടത്തിൻ്റെ പേരിൽ നന്ദി പറയുന്നു. ഒപ്പം